Welcome to Annie's Kitchen and you're watching Annie's Kitchen with Annie. ഇവിടെ ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്ന നോൺ വെജിറ്റേറിയൻ റെസിപ്പിയാണ്. ഈ റെസിപ്പി ശരിക്കും പറഞ്ഞാൽ ഒരു ട്വിസ്റ്റ് ഉണ്ട് ഇതിനകത്ത്. കാര്യം എന്നാന്ന് വെച്ചാൽ നമ്മൾ ഇതിനകത്ത് ഗരം മസാലയും കാര്യങ്ങളും ഒക്കെ ഇടുന്നുണ്ട്. പക്ഷെ എന്നാലും ഈ പറഞ്ഞ പോലെ എന്നാ പറയുക, ഒരു ഇച്ചിരി വ്യത്യാസമുണ്ട്. സാധാരണഗതിയിൽ നമ്മൾ എന്നാ ചെയ്യുന്നത്, ചിക്കൻ ഇച്ചിരി വേവിച്ച് വെച്ച് നമ്മൾ വറുത്ത് കോരുകയല്ലേ ചെയ്യുന്നത്. പക്ഷെ അങ്ങനെയല്ല ഇപ്രാവശ്യം ചെയ്യാൻ പോകുന്നത്. ഈ പ്രാവശ്യം സംഭവം വേവിച്ച് വെച്ചൊക്കെ നമ്മൾ വറുത്ത് കോരുന്നതിന് പകരം ഞാൻ ഇച്ചിരി ഗ്രില്ല് ചെയ്യാൻ പോവുക. അതിനാ ഗ്രിൽ പാൻ എടുത്ത് വെച്ചേക്കുന്നത്. അപ്പം നമ്മുടെ വീട്ടിൽ ഓവണോ അങ്ങനത്തെ കാര്യങ്ങളോ ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഇതേപോലത്തെ ഗ്രിൽ പാൻ മേടിക്കാൻ കിട്ടുവേ. അപ്പോൾ അതുപോലത്തെ ഒരെണ്ണം മേടിച്ച് വെച്ചാലുണ്ടല്ലോ നമുക്ക് നമ്മുടെ ഗ്യാസ് അടുപ്പിൽ തന്നെ ചെയ്യാൻ ഉള്ളൂ. അല്ലാതെ ഓവൺ തന്നെ വേണം ഗ്രില്ല് ചെയ്തെടുക്കാനൊന്നും ഒന്നും വേണ്ട, ടെൻഷൻ ആക്കണ്ട. ഇനി ഇത് കറി എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഗ്രില്ല് ചെയ്ത് വെച്ചാൽ, അതായത് ബട്ടറിൽ വെച്ചിട്ട് എന്നാ വെജിറ്റബിൾസ് ആയാലും ചിക്കൻ ആയാലും മീനായാലും എന്നതാണേലും ബട്ടറിൽ നമ്മൾ ഗ്രില്ല് ചെയ്തെടുക്കുവാണെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് വരുന്നത്. പക്ഷേ ഇത് കറക്റ്റായിട്ട് ഒരു ഇന്ത്യൻ റെസിപ്പി ആണോ എന്ന് ചോദിച്ചാൽ അല്ല. എബ്രോഡിൽ ഇറ്റാലിയൻ ആണോ കോണ്ടിനെൻ്റൽ ആണോ എന്നൊക്കെ ചോദിച്ചാലും അതൊന്നും അല്ല. ഇതൊരു ഫ്യൂഷൻ സാധനമാണ്. ചുരുക്കം പറഞ്ഞാൽ നമ്മുടെ കൈവാക്കിന് പറ്റിയ ഒരു കറി ഉണ്ടാക്കിയതായിരുന്നു. ഇതിനകത്ത് കുറച്ചൊരു ക്രീമിയൊക്കെ ചേർത്തേച്ച് ചെയ്യുന്നതാണ്. ഈ തൈരാണ് ഏറ്റവും കൂടുതൽ മാരിനേറ്റ് ചെയ്യുന്നത് എന്നാന്ന് വെച്ചാൽ തൈര് ഏത് സാധനത്തിൻ്റെ കൂടെയും, അതായത് ഇപ്പം നമ്മുടെ മീറ്റിനകത്ത് കംപ്ലീറ്റ് മാരിനേറ്റ് ചെയ്ത് വെക്കുവാണെങ്കിൽ ചിക്കൻ ആണെങ്കിലും മട്ടൺ ആണെങ്കിലും ബീഫ് ആണെങ്കിലും ഒക്കെ ഇച്ചിരി സമയം വേറെ തൈരയിൽ ഇച്ചിരി കുഴച്ച് വെക്കുവാണെങ്കിൽ ഈ ഇറച്ചി ഉണ്ടല്ലോ ഒത്തിരി മൃദുവാകും, അന്നേരം വേവാനൊക്കെ ഇച്ചിരി എളുപ്പമാണ്. അതുകൊണ്ട് ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന ഇതേപോലെ ബോൺലെസ് പീസാണ്. ഈ ബോൺലെസ് പീസിനകത്ത് ഞാൻ ഇച്ചിരി എന്നാ പറയുക, തൈരും ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ഒന്ന് പുരട്ടി വെച്ചേച്ച് ഗ്രില്ല് ചെയ്ത് അതിനുള്ള സോസ് ഉണ്ടാക്കി ഇച്ചിരി പണിയുള്ള ഒരു ഏർപ്പാടായിരുന്നു ചെയ്യാൻ പോകുന്നത്. കാര്യം കുറച്ച് ദിവസം കൊണ്ട് നമ്മളൊരു ഇച്ചിരി എളുപ്പമായിട്ടുള്ള കാര്യങ്ങളല്ലേ ചെയ്തുകൊണ്ടിരുന്നത്. അന്നേരം ഒരു ഇച്ചിരി പാടുള്ളത് നല്ലപ്പോൾ ചെയ്താലും കുഴപ്പമൊന്നുമില്ല. എന്നാൽ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു കറിയല്ലേ. അപ്പോൾ ആദ്യം എന്നാ വേണ്ടിയെന്ന് നോക്കിയോ, ഇത് കുറച്ച് കട്ടി തൈരാണേ, പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ അരച്ചെടുത്തേക്കുക, ഇച്ചിരി ഉപ്പ്, കുറച്ച് കുരുമുളക്, ചിക്കൻ ബോൺലെസ് ആയിട്ട് കട്ട് ചെയ്തേക്കുക, ചിക്കൻ്റെ ബ്രസ്റ്റ് ആയത് എടുത്തേക്കുന്നത്, അതല്ല ബ്രസ്റ്റ് പീസായിട്ട് തന്നെ എടുക്കുവാന്നേലും അങ്ങനെ മതി. പിന്നെ കുറച്ച് ഒലീവ് ഓയിൽ. ഈ ഒലീവ് ഓയിൽ ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് സാധാ വെജിറ്റബിൾ ഓയിൽ എടുത്തേച്ചാൽ മതി. ഇച്ചിരി ബട്ടർ, കുറച്ച് പച്ചമുളക്, എരിവില്ലാത്ത കേട്ടോ, ഈ കറിക്ക് ഒത്തിരി എരിവില്ല, അതുകൊണ്ട് അതിനകത്തെ അരിയെല്ലാം എടുത്ത് കളഞ്ഞേച്ചെടുത്ത് വെച്ചേക്കുന്നത്. പിന്നെ കുറച്ച് ടൊമാറ്റോ പേസ്റ്റാണ്. ഇത് മേടിച്ചതൊന്നുമല്ല, നമ്മൾ ടൊമാറ്റോ ഈ പറഞ്ഞ പോലെ അരച്ചെടുത്തേക്കുക. ഇച്ചിരി ഗരം മസാല, പിന്നെ വേണ്ടി ഇത് കുറച്ച് പാപ്രിക്ക പൗഡറാണ്. ഇതില്ലെന്നുണ്ടെങ്കിൽ എന്നാ ചെയ്യണം, നമ്മുടെ സാധാ എരിവില്ലാത്ത കാശ്മീരി മുളക് പൊടിയില്ലേ, അത് ഇട്ടേച്ചാലും മതി. പിന്നെ കുറച്ച് ടൊമാറ്റോ, കുറച്ച് ഫ്രഷ് ക്രീം, പിന്നെ കുറച്ച് മല്ലിയില. ഇത്രയും സാധനം വേണ്ടിയ. ഇനി ഫ്രഷ് ക്രീമിന് പകരം എന്നാ ചേർക്കണമെന്ന് ചോദിച്ചാൽ ഉള്ള നേര് പറയാലോ, ഫ്രഷ് ക്രീമിന് പകരമായിട്ട് ഇന്ന കാര്യങ്ങൾ ചേർത്ത് കഴിഞ്ഞാൽ അതിന് ആ ടേസ്റ്റ് വരും എന്നുള്ളത് പറയാൻ ഒക്കത്തില്ല എനിക്ക്. ഫ്രഷ് ക്രീം തന്നെ വേണം. അതിനൊരു പ്രത്യേക സ്വാദാണ് നമ്മൾ ആ കറികളിൽ ചേർക്കുമ്പോഴത്തേനെ. അപ്പോൾ ഈ നമ്മുടെ അടുക്കലുള്ള കടയിൽ കിട്ടിയില്ലെങ്കിൽ എന്നാ ചെയ്യുമെന്ന് വെച്ചാൽ നമ്മൾ ഇച്ചിരി സിറ്റിയിലോട്ടോ ടൗണിലോട്ടൊക്കെ ഒന്ന് പോകുമ്പോഴത്തേന് അതൊന്ന് മേടിച്ച് വെച്ചേച്ച് കറി തുടങ്ങുന്നതായിരിക്കും നല്ലത്. എന്നാൽ പിന്നെ ഇത് ഇത്രയും കഷ്ടപ്പെട്ട് നോക്കണമായിരുന്നോ എന്നും പറഞ്ഞ് ചിന്തിക്കരുത്. തേങ്ങാപ്പാൽ ഒഴിച്ചാൽ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാടൻ രുചിയായി പോകും. നമ്മൾ ആ വിചാരിക്കുന്ന ആ ഒരു ടേസ്റ്റ് കിട്ടുകയില്ല. അപ്പോൾ ഈ ഒരു കാര്യം ഫസ്റ്റ് എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഈ എന്നാ പറയുക, ഇറച്ചി ഒന്ന് നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അതിന് വേണ്ടിയിട്ട് ആദ്യം ഈ ഇറച്ചി അങ്ങ് ഇടുക. സെക്കൻഡ് കുറച്ച് തൈര്, കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും പേസ്റ്റ്. 1 കിലോ ആണെങ്കിൽ നമുക്കറിയാം 1.5 ടീസ്പൂൺ വീതം എടുക്കണം. പിന്നെ ഒരു ഇച്ചിരി ഉപ്പ്, അതേപോലെ കുറച്ച് കുരുമുളക്. ഇത് ഇവിടെ വെച്ചേച്ച് സാധാരണ ഒരു ഇച്ചിരി ഒലീവ് ഓയിലും
ഒലീവ് ഓയിൽ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് സാധാ വെജിറ്റബിൾ ഓയിൽ എടുത്തേച്ചാൽ മതി. ഇതിൻ്റെ കൂട്ടത്തിൽ 1 ക്യൂബ് ബട്ടർ ഇട്ടേച്ചാൽ മതി. പക്ഷെ ഇത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ മാത്രം ഇട്ടാൽ മതി. പക്ഷെ ഞാൻ പറയാം, നമ്മൾ ഗ്രേവിക്ക് എന്തായാലും ബട്ടർ ഇടണം, അത് വേറെ കാര്യം. ഈ നമ്മുടെ ഈ ചിക്കൻ ഉണ്ടല്ലോ, ഈ ബട്ടറിലൊക്കെ കിടന്നൊന്ന് ടോസ്റ്റ് ആവുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ്. ഇത് അധികം മാരിനേറ്റ് ചെയ്യാൻ സമയം കിട്ടിയിട്ടില്ല. പക്ഷേ എന്നാലും നമ്മളൊന്ന് ഈ ചേർത്തേക്കുന്നൊക്കെ വേവിച്ചെടുത്ത് ഒന്ന് ഗ്രില്ല് ചെയ്തെടുക്കാം. അപ്പോൾ ഇനി വേവുന്ന സമയത്ത് ഈ പറഞ്ഞ പോലെ നമ്മൾ ചേർത്തേക്കുന്ന എല്ലാം ഈ ഇറച്ചിയിൽ അങ്ങ് പിടിച്ചോളും. ഇനി ഈ ചിക്കൻ ഇതിൽ കിടന്ന് നല്ലോണം ഒന്ന് വെന്ത് അത് നല്ല ബ്രൗണായി ഈ ബട്ടറും എല്ലാം കൂടെ ചേർന്ന് ഒന്ന് ഗ്രില്ലായിട്ട് വരുമ്പോൾ ബാക്കി കാര്യങ്ങൾ ചെയ്യാം. നമ്മുടെ ചിക്കൻ ഇവിടെ റെഡിയായി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആ ഒരു എന്നാ പറയുക, തിളച്ചേച്ച് അതിനകത്തെ വെള്ളമൊക്കെ ഊറി വരുന്നുണ്ട്. ഇനി ആ തൈരെല്ലാം ചിക്കനെ പറ്റി പിടിച്ച് തന്നെ ഇരിക്കുക, അത് മാറ്റിയിട്ടൊന്നുമില്ല, അതേ കൂട്ട് തന്നെയാണ്. ഇനി ഇത് എന്നാ പറയുക, കുറച്ച് സമയം എടുക്കും. അതാ ഒന്ന് വറ്റി ഈ വെള്ളം മുഴുവൻ പറ്റിയേച്ച് ആ ചിക്കൻ ഒന്ന് മൊരിഞ്ഞ് ബ്രൗൺ ആയിട്ട് ഇങ്ങനെ വര പോലെയൊക്കെ വരണമെന്നുണ്ട്, ഇച്ചിരി സമയം എടുക്കും. ആ സമയം കൊണ്ട് നമുക്ക് എന്നാ ചെയ്യാം, ഇച്ചിരി ഗ്രേവി ഉണ്ടാക്കാവേ. ആ ഗ്രേവിക്ക് ഇതേപോലെയാണ് ഒരു ഇച്ചിരി ഒലീവ് ഓയിലും ഒരു 2 ക്യൂബ് അല്ലെങ്കിൽ ഒരു 3 ക്യൂബ് ബട്ടറും. ഇതിനകത്തോട്ട് ഒരു 2-3 പച്ചമുളക്, അത് എരിവ് നോക്കുക. ചില പച്ചമുളക് അരി മാറ്റിയാൽ ഇച്ചിരി എരിവൊക്കെ കാണും, അതൊക്കെ നോക്കിയേച്ച് വേണം ചേർക്കാനായിട്ട്. അതിൻ്റെ കൂട്ടത്തിൽ ഒരു ഇച്ചിരി ടൊമാറ്റോ, ഒത്തിരി ടൊമാറ്റോ ഒന്നും വേണ്ട കേട്ടോ, ചിലപ്പോൾ ഒരുപാട് പുളിയായി പോകും. ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് ടൊമാറ്റോ പേസ്റ്റ്, എല്ലാം ടൊമാറ്റോയുടെ കളിയാണ്. ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് എന്തായാലും ഒരു ഇച്ചിരി ഉപ്പിടണം. ഇതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് ഗരം മസാല, എത്ര ചിക്കൻ എടുത്തേക്കുന്നതെന്ന് വെച്ചാൽ അതനുസരിച്ച്, കുറച്ച് പാപ്രിക്ക പൗഡർ, അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ സാധാ മുളക് പൊടി, കാശ്മീരി മുളക് പൊടി ഏറ്റവും നല്ലത്. ഈ ടൊമാറ്റോയും സാധാരണ എല്ലാം ഈ ഒരു ഇച്ചിരി വെള്ളത്തിൽ കിടന്ന് വേവുന്ന നല്ലതെന്ന് പറയും. അപ്പോൾ നമുക്ക് ഏറ്റവും നല്ല വെള്ളം ഇവിടെ ചിക്കൻ്റെ സ്റ്റോക്ക് ഇരിപ്പുണ്ട്. അതെങ്ങനെയാണെന്നറിയോ, തിളച്ച് കഴിഞ്ഞാൽ ഉടനെ ചിക്കനിൽ നിന്ന് ഇഷ്ടംപോലെ വെള്ളം ഊറുവേ. ആ വെള്ളം ഒട്ടും കളയരുത്, അത് നമ്മുടെ ഈ ചിക്കൻ്റെ ഗ്രേവിയിലോട്ട് അങ്ങ് ഒഴിച്ചേച്ചാൽ മതി. ഒഴിച്ചേച്ച് ബാക്കി അടുപ്പേ വെക്കുവാന്നേലുണ്ടല്ലോ, അതേന്ന് പറഞ്ഞ പോലെ അതങ്ങ് മൊരിഞ്ഞ് കിട്ടുകയും ചെയ്യും. നമുക്ക് ഈ കറിക്കുള്ള സ്വാദിനുള്ള ചിക്കൻ സ്റ്റോക്ക് കിട്ടുകയും ചെയ്യും. നമുക്ക് ഈ വശത്ത് വെച്ചേക്കുന്ന ഇറച്ചി നല്ലോണം ഒന്ന് ആ ബട്ടറിലും ഒലീവ് ഓയിലിലും കിടന്നേച്ച് ഒന്നും മൊരിയാനും ഉണ്ട്. ഇപ്പം നമ്മുടെ ചിക്കൻ നല്ല ഗ്രില്ല് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുക. അന്നേരം ഞാൻ ഒരു ഇച്ചിരി ഒരു 2 ക്യൂബ് ബട്ടർ ഇട്ട് കൊടുക്കുവാണേ. ഇപ്പം നമ്മുടെ ചിക്കൻ ആണെങ്കിൽ ഓൾമോസ്റ്റ് ഗ്രില്ലായി എന്ന് പറഞ്ഞാൽ നമുക്ക് ഇത്രയും മൊരിഞ്ഞാൽ മതി. കാര്യം എന്നാണെന്നറിയാവോ, ഒരുപാട് മൊരിക്കണ്ട. നമ്മുടെ അപ്പച്ചനും അമ്മച്ചിമാർക്കും ഒക്കെ കഴിക്കാനുള്ളതല്ലേ, ആർക്കാ കൊതിയില്ലാത്ത. ഇതിനകത്തോട്ട് ഞാൻ ഒരു ഇച്ചിരി ക്രീം ചേർക്കാൻ പോവാം. ക്രീം ചേർക്കുന്നതിന് മുന്നേ ഒരു ശകലം വെള്ളം വേണം. വെള്ളം എന്ന് പറഞ്ഞാൽ ഒരു നുള്ള് ചേർത്തേച്ചാൽ മതി. ഇത് ഗ്രേവി എന്ന് പറയുന്നത് ഒരു പെരണ്ട ഗ്രേവിയാണ്. ഈ വെള്ളത്തിൻ്റെ ആ ഒരു പച്ചവെള്ളത്തിൻ്റെ ടേസ്റ്റ് ഇല്ലേ, ടേസ്റ്റ്ലെസ് ആണ്. ആ ടേസ്റ്റ്ലെസ് ഒന്ന് മാറാൻ വേണ്ടിയിട്ട് ഞാനൊരു ഇച്ചിരി ക്രീമിനകത്തോട്ട് ചേർക്കുക. അതിൻ്റെ കൂടെ ഒരു ഇച്ചിരി മല്ലിയില. ആക്ച്വലി നമ്മുടെ ചിക്കൻ ആ നമ്മുടെ ഗ്രിൽ പാനെ കിടന്ന് നല്ലോണം ഒന്ന്
വെന്തേച്ച ശേഷമാണ് ഞാൻ ഗ്രില്ല് ചെയ്തെടുത്തത്. അതുകൊണ്ട് ഇനിയിപ്പോൾ ഒരുപാട് വേവ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ അത്രയും വേവില്ല. ഇനി ഈ പനീർ ബട്ടർ മസാലയുടെയൊക്കെ ഒരു ഗ്രേവി ഇല്ലേ, അതുപോലത്തെ ഗ്രേവി മതി ഇതിന്. അതാണ് ഏറ്റവും കൂടുതൽ ടേസ്റ്റ്. ഒരുപാട് നമ്മുടെ ഈ നാടൻ ചിക്കൻ കറി പോലെ ഒന്നും ഒത്തിരി എന്നാ പറയുക ഗ്രേവിയോട് കൂടി വരുന്ന ഒരു കറി അല്ല ഇത്. ഇപ്പോൾ ഇത് നല്ലോണം പെരണ്ടു. നമുക്ക് ഇച്ചിരിയും കൂടി ഗ്രേവി ഇതിന് ആവശ്യമുണ്ട്. അപ്പോൾ എന്നാ ഞാൻ ചെയ്യാൻ പോകുന്നത്, ബാക്കി ക്രീമും കൂടി ഇതിനകത്തോട്ട് ഒഴിക്കുവാണേ. നമുക്ക് ആ ക്രീമിൻ്റെ ടേസ്റ്റ് ഫുൾ വേണം, പക്ഷേ എന്നാൽ ഗ്രേവിയും വേണം. അതുകൊണ്ട് ഇത് ഇച്ചിരി ഈ ക്രീം കളയാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ പാത്രത്തെ കൂടെ ഒന്ന് കഴുകി ഒഴിക്കാമെങ്കിൽ ആ ഫുൾ ക്രീം അങ്ങ് കിട്ടും. ഇതിനകത്ത് ശരിക്കും നമ്മൾ ഈ ക്രീം എന്നാ ചെയ്യണം, ഈ ചിക്കനെ തന്നെ ഇങ്ങനെ ഇരിക്കട്ടെ. ഇത് കുറച്ച് സമയം ഈ ചിക്കനകത്ത് ക്രീം നമ്മൾ ചേർത്ത അരപ്പ് ഇതെല്ലാം ആ ചിക്കനകത്തോട്ട് പിടിക്കണം എന്നുണ്ടെങ്കിൽ ഒരു 5 to 10 minutes അതിന് വിട്ടു കൊടുക്കണം. അതിൻ്റെ കൂടെ ഞാനൊരു ഇച്ചിരി മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കുക. അതല്ല ഇത്രയും ക്രീമി വേണ്ടാന്നുണ്ടെങ്കിൽ കുറയ്ക്കാം. ആ റെഡിഷ് കളർ മതി എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. പക്ഷേ എനിക്ക് റെഡിഷ് കളറിനെക്കാട്ടിലും കൂടുതൽ ഇഷ്ടം കുറച്ചൊരു ലൈറ്റ് ക്രീമി ടെക്സ്ചർ വരുന്ന എനിക്കിഷ്ടം. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ക്രീം ചേർക്കുന്നത്. അല്ലെങ്കിലും ഈ കറിക്ക് കുറച്ച് ക്രീം ചേർക്കുന്നതിനോടാണ് ടേസ്റ്റ് കൂടുന്നത് എന്നാണ് എൻ്റെ വിശ്വാസം, എൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ്. അതിന് മുമ്പ് ഒരു ഇച്ചിരി ഗരം മസാലയും കൂടെ ഞാൻ ഇട്ടേച്ച് നമ്മുടെ ഈ ചിക്കൻ ഒന്ന് അടച്ചു വെക്കുക. ഇനി ഇത് കുറച്ച് നേരം നമ്മുടെ ക്രീമിലിരുന്ന് ചേർത്ത ബട്ടറും ഒലീവ് ഓയിലും എന്നാ പറയുക മസാലയെല്ലാം ചിക്കനകത്ത് പിടിച്ച് കഴിയുമ്പോൾ ഒരു 1-ാം ക്ലാസ് കറിയാണ്. ഈ കറിക്ക് എന്നാന്ന് വെച്ചാൽ അപ്പമാണോ ദോശയാണോ എന്നൊന്നും ചോദിച്ചാൽ ഞാൻ അതൊന്നും പറയുകയില്ല. അതിന് ഏറ്റവും നല്ല കറി എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ചിക്കൻ വറുത്ത ഈ ഗ്രിൽ പാനിനകത്ത് ഇരിക്കുവാണേ, ഈ പാനിനകത്തോട്ട് തന്നെ ഇച്ചിരി ബട്ടർ അങ്ങോട്ട് തൂത്തേച്ച് നല്ല റൊട്ടി മേടിക്കുക, ബ്രെഡ് മേടിച്ചേച്ച് ത്രികോണമായിട്ട് കട്ട് ചെയ്തേച്ച് ഇതിനകത്ത് ഗ്രില്ല് ചെയ്ത് ഈ കറിയുടെ കൂടെ കൊടുത്താൽ ആഹാ എന്നാ നല്ല കോമ്പിനേഷനാണെന്നറിയാം. മറ്റെന്നാന്ന് വെച്ചാൽ നമ്മൾ സ്ഥിരം ചപ്പാത്തിയോ പൂരിയോ ബട്ടൂരിയോ ഒക്കെ ഇതിൻ്റെ കൂടെ കഴിക്കരുത്. നല്ല ഗാർലിക് ബ്രെഡ് ആണെങ്കിൽ അത്രയും നല്ല ടേസ്റ്റാണ്. ഇത്രയും ഇനി ഒന്ന് ഒതുക്കട്ടെ. കുറച്ച് പണി ഉണ്ടായിരുന്നില്ലേ? പണി ഉണ്ടായിരുന്നെന്ന് ചോദിച്ചാൽ പണിയൊന്നുമില്ല, എന്നാൽ ഇച്ചിരി ഒതുക്കാനാണ് ഏറ്റവും കൂടുതൽ പണി ഏതൊരു വീട്ടമ്മമാർക്കും. വെൽക്കം ബാക്ക് ടു ആനീസ് കിച്ചൻ. ഞാൻ പറഞ്ഞ ആ ചിക്കൻ കറി ഇവിടെ റെഡിയാണ്. ഇത് കുറച്ച് എന്നാ പറയുക ടൊമാറ്റോ ആണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഇതിനകത്ത് ഇട്ടേക്കുന്നത് എന്നും പറഞ്ഞാൽ ഒരു ടൊമാറ്റോയുടെ ടേസ്റ്റ് കൂടുതലായിട്ട് നിൽക്കോ പുളി കൂടുതലാണോ എന്നൊന്നും വിചാരിക്കരുത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ്. ഈ പറഞ്ഞ പോലെ എല്ലാ കറികളും ഞാൻ തന്നെ ടേസ്റ്റിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറ്റത്തില്ല. വരുന്ന ഗസ്റ്റ് കൂടെ തീരുമാനിക്കണമല്ലോ അത് ടേസ്റ്റ് ആണോ അല്ലേ എന്നുള്ളത്. എന്നാൽ മാത്രമേ എൻ്റെ പ്രേക്ഷകർ വിശ്വസിക്കുള്ളൂ എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഞാൻ പറഞ്ഞ ഇച്ചിരിയൊക്കെ ഒരു വിശ്വാസം ഉണ്ടല്ലോ അല്ലേ. അപ്പോൾ ഇന്ന് ആനീസ് കിച്ചണിൽ വരാൻ പോകുന്നത് കുറച്ച് നാളായിട്ട് ആനീസ് കിച്ചണിനകത്ത് എന്താ പറയുക ഭയങ്കര യൂത്ത് പിള്ളേരാണ് വരുന്നത്. അതുകൊണ്ട് ഞാനും കുറച്ച് യൂത്ത് ആവുന്നുണ്ടോ എന്നൊരു സംശയം. എന്നും ഈ പറഞ്ഞ പോലെ മനസ്സുകൊണ്ട് യൂത്തായിരിക്കുന്നത് ഏറ്റവും നല്ലതെന്ന് പറയും. അതുകൊണ്ട് ഇന്ന് ആനീസ് കിച്ചണിൽ വരാൻ പോകുന്നത് മനീഷ് കൃഷ്ണയും ഗോപികയാണ് വരാൻ പോകുന്നത്. മനീഷിൻ്റെ ആൽബം ഞാൻ കണ്ടിട്ടുണ്ട്. അതിനകത്ത് വെച്ചിട്ട് നമുക്ക് മനീഷിനെ കാര്യമായിട്ട് പരിചയപ്പെടാം. പക്ഷേ ഗോപിക എന്ന് പറയുന്ന കുട്ടി എൻ്റെ മൂത്ത മോൻ്റെ സീനിയറായിട്ട് പഠിച്ചതാണ്. എന്തായാലും അവരെ ആദ്യം ആനീസ് കിച്ചണിലേക്ക് ഞാനൊന്ന് ക്ഷണിച്ചോട്ടെ. മനീഷ്, ഗോപിക, ഇത്ര വലിയ ജാട ഒരു നമസ്തയോ ഹലോ എന്നേലും ഒന്ന് പറയാം. ഞാൻ കണ്ടില്ല. ഞാൻ ഗോപികയുടെ സൗന്ദര്യം നോക്കിക്കൊണ്ടിരിക്കുക. സോറി ടു ദാറ്റ്. ഇപ്പൊ നമസ്തേ. നമസ്തേ. ഹലോ. ഹായ് മക്കളെ. ഹലോ. എന്റെ കൊച്ചിനെ നല്ലോണം അറിയാം. നമുക്ക് അമ്മയോട് ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ പറയാം. എന്നാണ് വിശേഷം? സുഖമായിരിക്കുന്നു. കൃഷ്ണനായിട്ടാണ് ആദ്യം മലയാളത്തിൽ എൻട്രി ചെയ്തത്. ദാറ്റ് വാസ് എ സൂപ്പർ ഡൂപ്പർ ഹിറ്റ് ആൽബം. എങ്ങനെ ഇതിലേക്ക് വരണം എന്ന് തീരുമാനിച്ചതാണോ അത് ഇൻസിഡന്റലി വന്നാണോ? അല്ല, തീർച്ചയായിട്ടും സിനിമ ആഗ്രഹം ഉണ്ടായിരുന്നു. ഇതിലേക്ക് വരണം എന്നുള്ള ആഗ്രഹം കൊണ്ട് തന്നെയാണ് ആൽബം ചെയ്തത്. പക്ഷേ ഞാൻ ആദ്യം ചെയ്ത ആൽബം തൂവെണ്ണില എന്ന ആൽബമാണ്. അത് ഗോപകുമാറും സുനീഷും ആണ് ഡയറക്റ്റ് ചെയ്തത്. പക്ഷേ ആ ആൽബം റിലീസാവുന്നതിന് മുന്നേ ലോഹിത സാറിൻ്റെ അസോസിയേറ്റ് എന്നെ കാണുകയും എന്നെ വെച്ചൊരു ആൽബം എടുത്തു. കുങ്കുമം, ഒരു ആശേരി കട്ടിലൊക്കെ പണിയുന്ന ആൽബമാണ്. നമ്മുടെ ആക്ട്രസ് സരയു ആയിരുന്നു അതിനകത്ത് ഹീറോയിൻ. അതാണ് ആദ്യം റിലീസായത്.
അതിനുശേഷമാണ് ഈ കൃഷ്ണന്റെ ആൽബം ചെയ്തത്. കൃഷ്ണനാണ് എല്ലാവരുടെയും മനസ്സിലേക്ക് എത്തിയത്. ശ്രീനന്ദനം ഓൾമോസ്റ്റ് ഭയങ്കര ഹിറ്റായ ഒരു ആൽബമാണ്. മേ ബി എന്താ പറയാ, ഗുരുവായൂരപ്പൻ എല്ലാവരും മനസ്സിലിങ്ങനെ കൊണ്ട് നടക്കുന്നതുകൊണ്ട് പെട്ടെന്ന് കൃഷ്ണൻ കയറി എല്ലാവരുടെയും മനസ്സിൽ കയറി പിടിച്ചതാവും അല്ലെ. പിന്നെ ആ കൃഷ്ണൻ എന്ന് പറയുന്ന പേര് തന്നെ നമ്മുടെ മെക്സിക്കൻ ഭാരതിക്ക് ടോം മിട്ടിയാണ്, അതുപോലെ തന്നെ ഉദയേട്ടൻ ലോയിസാന്റെ അസോസിയേറ്റ് ആണ് സജസ്റ്റ് ചെയ്തത്. മൊത്തത്തിൽ കൃഷ്ണൻ വൈബ് ഉണ്ട്. ലോക്കറ്റിൽ കൃഷ്ണനാണ്, ചെറിയൊരു കൃഷ്ണ ഭക്തനാണ്. തൃശ്ശൂർ പൂരം എന്ന് പറയുന്ന സിനിമയാണ് ചെയ്ത് ലാസ്റ്റ് കഴിഞ്ഞത്, അതിൽ കണ്ണനാണ്. കൃഷ്ണനായിട്ട് ഭയങ്കര മെക്സിക്കൻ ഭാരതിയിൽ അതിന്റെ പേര് കൃഷ്ണൻ എന്നാണ്. അപ്പൊ പിന്നെ പറഞ്ഞു, അപ്പോ ഒന്നും നോക്കണ്ട, അങ്ങ് പൂശിക്കോന്ന് പറഞ്ഞു. അല്ലേ, അപ്പൊ എന്തോ ഉണ്ട്, എവിടെയോ ഉണ്ട് കൃഷ്ണൻ ചുറ്റിപ്പറ്റി എവിടെയോ നിപ്പുണ്ട്. അല്ലാതെ വേറെ എനിക്ക് ദോഷ ഗുണങ്ങളൊന്നും ഇല്ല കേട്ടോ. കൃഷ്ണന്റെ എല്ലാ ദോഷഗുണങ്ങളും അല്ലേ? അപ്പൊ എടുത്തു പറയാൻ കൃഷ്ണന്റെ വേറെ ദോഷങ്ങളൊന്നുമില്ല, ഒരിക്കലും ഇല്ല. ഇത്ര ബോൾഡായിട്ട് പറയാൻ പറ്റും? തീർച്ചയായിട്ടും. മോശമല്ലല്ലോ അല്ലേ? അല്ല, ആക്ച്വലി മനീഷിന് ഈ പറഞ്ഞ പോലെ ഈ ലുക്ക് അല്ല ഞാൻ ഫേസ്ബുക്കിലൊക്കെ കണ്ടേ. ഒരു ഭയങ്കര താടി. എന്റെ ഫസ്റ്റ് ഫിലിമിൽ തന്നെ എന്നെ മനു എന്ന് അറിയപ്പെടുമ്പോ തന്നെ രൂപം തന്നെ താടി മുടിയാണ്. അവിടുന്ന് കുറച്ച് സിനിമകൾ ചെയ്തു. ഈ ലുക്ക് കുറച്ച് വ്യത്യാസം കിട്ടിയത് മുന്തിരി മുഞ്ചൻ ഒരു തവള പറഞ്ഞ കഥയിലാണ്. അതിലാണ് ഇത്രയും വൃത്തി വെച്ചത്. അതിന് മുന്നും നല്ല വൃത്തിയായിരുന്നു. അല്ല, ശരിക്കും അതാണ് ശരിക്കുള്ള രൂപം? അല്ല, മുടി വളർത്തി താടിയൊക്കെ വളർത്തി. അല്ല, അന്ന് വേണോട്ടം പറഞ്ഞു താടി മുടി വെക്കണം, ലാലേട്ടനും പറഞ്ഞു വെച്ചോ, അത് കുറച്ച് രസമുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ വെച്ചതാ, ക്യാരക്ടറിന് വേണ്ടിയിട്ട് വെച്ചതാ. മെക്സിക്കനിൽ താടി വെക്കാൻ പറഞ്ഞു, അങ്ങനെ വെച്ചു. ദെൻ തൃശ്ശൂർ പൂരത്തിലും അതാണ് ലുക്ക്. ഇടയ്ക്കൊരു സാധനം കിട്ടിയത് മുന്തിരി മുഞ്ചനല്ല. ഈ മുന്തിരി മുഞ്ചൻ ഒരു തവള പറഞ്ഞ കഥ അല്ലെ? ഇതാണ് ഇത്ര ഇങ്ങനെ ഒരു ഡിഫറെന്റ് ആയിട്ട് ഒരു പേരിട്ടേ. സംബന്ധിച്ചാല് നമ്മുടെ ഈ കാലിക്കറ്റ് മലബാർ ഏരിയയിൽ അവിടുത്തെ ഫ്രീക്കൻ ചെക്കന്മാരെ വിളിക്കുന്ന ഒരു പേരാണ് മുന്തിരി മുഞ്ചൻ. പക്ഷെ സിനിമയ്ക്കകത്ത് ഞാൻ ഫ്രീക്കനൊന്നല്ല കേട്ടോ. ഇത് എടുത്തെടുത്ത് പറയേണ്ട കാര്യം ഞാൻ ചോദിച്ചേ ഇല്ല. സിനിമയുടെ പ്രൊമോഷൻ നമ്മുടെ സെൽഫായിട്ട് വരണ്ട. ഞാൻ അങ്ങനെയൊന്നും അല്ല, ഞാൻ അങ്ങനെയൊന്നുമല്ല, എടുത്തെടുത്ത് പറയുന്നത്. സിനിമയുടെ വിജിത്തേട്ടൻ ഡയറക്ടർ പറഞ്ഞിട്ടുണ്ട്, ഇത് ഇടയ്ക്കിടയ്ക്ക് എടുത്ത് നീ പറഞ്ഞു പടം ഹിറ്റാക്കി തരാൻ വിജിത്തേട്ടൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് കൂലി മേടിച്ചിട്ടുണ്ട്. തവള പറഞ്ഞ കഥ വരാൻ കാരണം സലീമേട്ടൻ ചെയ്യുന്ന ക്യാരക്ടറാണ് തവള എന്നല്ല, അതാണ് സ്റ്റോറി നറേറ്റ് ചെയ്ത് വരുന്നത്. അങ്ങനെയാണ് മുന്തിരി മോചൻ ഒരു തവള പറഞ്ഞ കഥ പേര് വന്നത്. സലീമേട്ടൻ പറയുന്ന സ്റ്റോറിക്കകത്ത് ഹീറോ ഹീറോയിനാണ് ഞങ്ങൾ രണ്ടുപേരും. ഓൾറെഡി ഒരു സ്റ്റോറി ഉണ്ട്, അതിനകത്ത് ഒരു സ്റ്റോറി പറയുന്ന കഥയിലെ ഫ്ലാഷ് ബാക്ക് പോലെയാണ്. ഇടയ്ക്ക് അവിടേക്ക് വരും, സലീമേട്ടൻ്റെ അടുത്തേക്ക് വരുമ്പോൾ സലീമേട്ടൻ ഒരു സ്ഥലത്തിരുന്നിട്ടാണ് ഈ കഥ പറയുന്നത്. ആ കഥയിലെ ഹീറോ. ഓക്കെ, അപ്പൊ സലീമേട്ടൻ നിങ്ങളുടെ സമയത്തുള്ള ആളാണ്. പിന്നെ അപ്പൊ പുള്ളി ദൃക്സാക്ഷിയായിട്ട് കണ്ട ഒരു പ്രണയത്തെ കുറിച്ച് പറയുന്ന ഒരു കഥ അല്ല. പക്ഷെ എന്നാലും അത് രസമുണ്ട് കേൾക്കാനല്ലേ. ഒരു ഫാമിലി എന്റർടൈനറും ഒരു ഫീൽ ഗുഡ് മൂവി, റൊമാൻറ്റിക് കോമഡി മൂവിയാണ്. റൊമാൻറ്റിക് കോമഡി മൂവി, വയലൻസ് അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല, പക്ക കൊമേഴ്ഷ്യൽ അല്ല. മെസ്സേജ് എന്തെങ്കിലും മെസ്സേജ് ഉണ്ട്, ചിന്തിപ്പിക്കുന്ന ഒരു മൂവിയാണ് നമ്മൾ. ഓക്കെ. പക്ഷെ ശരിക്കും ഈ പേര് കേൾക്കുമ്പോ ഉണ്ടല്ലോ, ഇതുമായിട്ട് ഒരു ഞങ്ങൾ ഇപ്പൊ തന്നെ അറിയുന്ന ഇങ്ങനെയാ. ഇപ്പൊ പിള്ളേർക്ക് പേരിട്ടിരിക്കുന്ന അങ്ങനെയാണോ? അല്ല, പിള്ളേർക്കൊക്കെ ഇങ്ങനത്തെ പേരാന്ന് മലബാർ ഏരിയയിലൊക്കെ യൂസ് ചെയ്യും. മുന്തിരി മോഞ്ചൻ ഫ്രീക്ക് എന്ന് പറഞ്ഞ പേരുണ്ട്. ഓക്കെ. ഗോപിക ഫസ്റ്റ് ടൈം ആണോ അഭിനയിക്കുന്നത്? മുന്തിരി മോഞ്ചൻ ശരിക്കും എന്റെ രണ്ടാമത്തെ സിനിമയാണ്. ഞാൻ ആദ്യം അഭിനയിച്ചത് തമി എന്ന മൂവിയിലാണ്, ഷൈൻ ടോം ചാക്കോ ഹീറോ ആയിട്ടുള്ള ഫിലിം. അത് ഓഡിഷനിലൂടെ ആയിരുന്നു സെലക്ഷൻ കിട്ടിയ. അപ്പൊ ഗോപിക്കും ഇഷ്ടമായിരുന്നു ഫിലിമിലേക്ക് വരാൻ? എനിക്ക് എന്റെ ചെറുപ്പം മുതലുള്ള ആഗ്രഹമായിരുന്നു ഒരു ആക്ട്രസ് ആവാന്നുള്ളത്. കുറെ ഓഡിഷൻസ് ഒക്കെ അറ്റൻഡ് ചെയ്യായിരുന്നു, പക്ഷെ ഒന്നിലും സെലക്ഷൻ കിട്ടിയില്ല. ലാസ്റ്റ് ആണ് തമിഴിൽ സെലക്റ്റഡ് ആവുന്നത്. അപ്പോൾ അതിലൊരു 90% പുതിയ ആൾക്കാർ അഭിനയിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ അന്ന് ക്യാമ്പ് ഉണ്ടായിരുന്നു. ആ ക്യാമ്പിന് ഗ്രൂം ചെയ്ത ശരൺ സാറാണ് എന്നെ മുന്തിരി മോഞ്ചനിലേക്ക് കാസ്റ്റ് ചെയ്തത്. ഫസ്റ്റ് റിലീസ് ചെയ്യാൻ പോകുന്ന മൂവി മുന്തിരി മോഞ്ചനാണ്. തമിഴ് പോസ്റ്റ് പ്രൊഡക്ഷൻ നടക്കുന്നേ ഉള്ളൂ. ഓക്കെ. അപ്പൊ ശരിക്കും നിങ്ങളൊക്കെ ഓഡിഷൻ കഴിഞ്ഞ് വന്ന കുട്ടികളാണ്. ഇപ്പം ആക്ടിങ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു തമാശ കളിക്കാനുള്ള കാര്യമല്ല. ആക്ച്വലി നിങ്ങൾ ഒരു ആക്ടർ ആണോ, ഒരു ഫെയിം ആണോ, ഒരു സെലിബ്രിറ്റി ആവാനാണോ, അതോ ത്രൂ ഔട്ട് ഒരു ആക്ടറായിട്ട് നിൽക്കാനൊക്കെയാണോ നിങ്ങൾക്ക് ഇഷ്ടം? എല്ലാം കൂടി. എൻ്റെ വീട്ടിലൊക്കെ എല്ലാവരും പണ്ട് മുതലേ സിനിമകൾ കാണുന്ന ആൾക്കാരാണ്. ഞങ്ങൾ തിയേറ്ററിൽ പോയിട്ട് ഒരുവിധം എല്ലാ സിനിമകളും കാണിയിരുന്നു. അങ്ങനെയാണ് എനിക്കും അഭിനയിക്കണം. ഇപ്പൊ ചില സോങ് ഒക്കെ കാണുമ്പോൾ ഞാൻ എന്നെ ഇങ്ങനെ ആലോചിക്കും, എനിക്കിഷ്ടമായിരുന്നു. അങ്ങനെയാണ് ഈ ഫീൽഡിലേക്ക് വന്നത്. പിന്നെ പ്രൊഫഷൻ ആക്കണം എന്ന് ആഗ്രഹമുണ്ട്. എന്താ ദൈവത്തിന് ശരിക്കും ഇപ്പൊ ഞങ്ങളൊക്കെ വന്ന സമയത്ത് ഇങ്ങനെ സുകുമാരിയമ്മയൊക്കെ ഭയങ്കരമായിട്ട് ഉപദേശിക്കുമായിരുന്നു. കാര്യം നിങ്ങൾ ഈ സെലിബ്രിറ്റി കണ്ട് ഫെയിം ആയിട്ട് വന്നിട്ട് അങ്ങ് പോവും, അതായത് പിന്നെ നിങ്ങൾ ഈ ആക്ടിങ് എന്ന് പറയുന്നത് എന്താണ്, നിങ്ങൾക്ക് തമാശ കളിയാണെന്ന് ചോദിച്ചിട്ടൊക്കെ ഞങ്ങൾ ഒരുപാട് വഴക്ക് പറയുമായിരുന്നു. അപ്പൊ ആക്ടിങ് ആയിട്ട് വന്ന സുകുമാരിയമ്മ ഇന്ന് നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ ടിൽ ഹർ ലാസ്റ്റ് ബ്രെത്ത് പുള്ളിക്കാരത്തെ അഭിനയിച്ച ഒരു
വണ്ടർഫുൾ ആക്ട്രസ് ആയിരുന്നു. അതേപോലെ അത് ട്രൂ ഡെഡിക്കേഷൻ ഉണ്ടോ ഫിലിമിലേക്ക് തീർച്ചയായിട്ടും ത്രൂ ഔട്ട് നിൽക്കണം എന്നും? പിന്നെ തീർച്ചയായിട്ടും നമ്മൾ വെച്ചപ്പോൾ ഒരു ക്രൗഡിന്റെ അടുത്തേക്ക് ഇറങ്ങാൻ നേരത്ത് അവിടെ നിന്ന് 2 സെൽഫി കിട്ടാം. എന്നെ സംബന്ധിച്ച് ഫെയിം അല്ല, നമ്മൾ ചെയ്യുന്ന ജോലിയിൽ നിൽക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ. ഞാൻ നോക്കുന്നത് എൻ്റെ ജോലിയാണ് സിനിമ, അല്ലാതെ നമ്മൾ കുറെ ഫെയിം കാട്ടിയോ അല്ലെങ്കിൽ കുറെ അവിടെ പോയിട്ട് ജാട കാണിക്കുക എന്നുള്ളതല്ല. നേരത്തെ അനുചേച്ചി പറഞ്ഞ പോലെ തന്നെ നമ്മുടെ കരിയർ അതെ ത്രൂ ഔട്ട് ലൈഫ് ലോങ് ആക്ടർ അതൊന്നും തന്നെയാണ് ഇഷ്ടം. അപ്പം ആക്ടർ എന്ന് പറയുമ്പോൾ നമുക്ക് ഹീറോ ആവണം എന്നോ അതോ സൈഡ് ക്യാരക്ടേഴ്സ് നെഗറ്റീവ് റോൾസ് അങ്ങനെ സ്പെസിഫൈഡ് ഇല്ല? ഇല്ല, എന്നെ സംബന്ധിച്ചിട്ട് ഇപ്പോൾ ടൂർണമെന്റ് ഞാൻ ഹീറോ ആയിരുന്നു, ദെൻ ഫ്രൈഡേയിൽ ഹീറോ ആയിരുന്നു, പിന്നെ റോസ് ഗിറ്റാറിനാൽ മെക്സിക്കനിലേക്ക് വരുമ്പോൾ ഞാൻ ഒരു ഹീറോ അല്ല ചെയ്തിരിക്കുന്നത്. കാരണം അതിൽ കൃഷ്ണൻ എന്ന് പറയുന്ന കഥാപാത്രം നെടുന്തൂൺ കഥാപാത്രമാണ്, അതിൽ ഹീറോ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അങ്ങനത്തെ ക്യാരക്ടറും വൈബ് ആവുന്ന ഒരു ക്യാരക്ടർ തന്നെയാണ്. ഇപ്പോൾ നാളെ നമുക്ക് ഹീറോ ആണ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളൊന്നുമില്ല. നല്ല ക്യാരക്ടർ വന്നാൽ നമ്മൾ ചെയ്യുന്നു. ആ സിനിമ കഴിയുമ്പോൾ അല്ലെങ്കിൽ മനീഷ് കൊള്ളായിരുന്നു, ആ സിനിമ വഴി ആ ക്യാരക്ടർ വഴി 2 സിനിമ കിട്ടുമ്പോൾ കിട്ടുന്ന സന്തോഷം വേറെ. ചിലപ്പോൾ ഹീറോ ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന വരില്ല. ഒരു ആക്ടർ നിലയ്ക്ക് നമുക്ക് ഏത് റോള് കിട്ടിയാലും നമ്മൾ റെഡി ആയിരിക്കണം ചെയ്യാൻ വേണ്ടിയിട്ട്. നമുക്ക് കിട്ടിയ റോളും നല്ലൊരു ഇമ്പോർട്ടൻസ് ആ റോളിനുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനുവേണ്ടി ഒരു ഹോംവർക്ക് ചെയ്യണം. എങ്കിലും ആ ഒരു ക്യാരക്ടറിന് കൊടുക്കേണ്ട ഒരു എന്താ പറയുക ഡെഡിക്കേഷൻ അല്ല, ഇപ്പൊ ഈ പറയുന്ന ആക്ഷൻ ഔട്ട്പുട്ട് കിട്ടണം. നമ്മളിപ്പോ എന്താ പറയാ മെക്സിക്കൻ അപാരത എന്ന് പറയുന്ന ക്യാരക്ടർ എന്ന് പറയുന്നത് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല, എൻ്റെ ഈ ബോഡി ലാംഗ്വേജിലേക്ക് കാണിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ്. മെക്സിക്കൻ എന്ന് പറയുന്ന സിനിമ കഴിഞ്ഞിട്ട് ഒത്തിരി സിനിമകളൊന്നും ഞാൻ വിരലുണ്ടാവുന്ന സിനിമകളെ ചെയ്തിട്ടുള്ളൂ. പക്ഷേ വലിയ വലിയ ക്യാരക്ടേഴ്സ് വരുമ്പോൾ നമുക്കിത് ചെയ്ത് ഫലിപ്പിക്കാൻ പറ്റുമെന്ന് ആദ്യം നോക്കും. ഫസ്റ്റ് മൂവി നമ്മളിപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലല്ലോ നമ്മൾ ചെയ്യുന്നത്. തീർച്ചയായിട്ടും ബോബി എന്ന് പറയുന്ന, അതായത് നമ്മൾ ഓഡിഷന് പോകുമ്പോൾ തന്നെ ഇത് ബോബി തൃശ്ശൂർക്കാരൻ പയ്യനാണ്, എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. കാരണം ഞാൻ തൃശ്ശൂർക്കാരനാണ്, എനിക്ക് തൃശ്ശൂർ സ്ലാങ് നന്നായിട്ട് വരും. അവർ നോക്കിക്കൊണ്ടിരുന്നത് തൃശ്ശൂർക്കാരൻ പയ്യനെയാണ്, ബോബി വർഗീസ്. എനിക്ക് നന്നായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുമെന്ന് സ്ക്രിപ്റ്റ് കേൾക്കാതെ തന്നെ ഞാൻ മനസ്സിലാക്കിയൊരു കാര്യമാണ്. അതിനുവേണ്ടി നമ്മൾ ഹോംവർക്ക് ചെയ്യുന്നു. രാവിലെ തന്നെ ചോറും പാത്രത്തിൽ ചോറാക്കി തൃശ്ശൂർ അരിച്ചന്തയിൽ പോയിട്ട് വീണ്ടും കുറേ തൃശ്ശൂർ സ്ലാങ് പഠിക്കുന്നു. അതൊരു ഡെഡിക്കേഷൻ, അത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കോൺഫിഡൻസ് ഉണ്ട്. ഗോപിക എങ്ങനെയാണ്? ഞാൻ ഇപ്പൊ ഗോപികയെ സംബന്ധിച്ച് ഞാനിപ്പോ സംസാരിച്ചപ്പോ ഗോപികയ്ക്ക് ഏറ്റവും കൂടുതൽ ഫെയിമിനോടാണ് ഇഷ്ടം. അല്ല അത് മാത്രല്ല ചേച്ചി, ഇപ്പം അത് മാത്രല്ല ഇപ്പൊ നമ്മളെ സ്ക്രീനിൽ കാണുമ്പോൾ നമ്മളിലൂടെ ഒരു ക്യാരക്ടർ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുമ്പം അതിന്റെ ഒരു സന്തോഷം വേറെ തന്നെയല്ലേ. അതെ. അപ്പൊ ശരിക്കും ഇപ്പൊ കല്യാണമൊക്കെ ആയി കഴിയുമ്പോ എങ്ങനെ അഭിനയിക്കോ? കല്യാണം ഒന്നും ഇപ്പൊ നോക്കുന്നില്ല, ഞാനിപ്പോ അതിൽ ഫോക്കസ് ചെയ്യുന്നില്ല. ഇപ്പം ഞാൻ എന്റെ ഡ്രീം ഫോളോ ചെയ്യുക, എന്റെ പാഷൻ ഫോളോ ചെയ്യുക, ജോബ് നോക്കുക, അതിലൊക്കെ ഇപ്പൊ ഫോക്കസ്. എന്താ ജോലിക്ക് പോകാൻ? ഞാൻ ഇപ്പം MBA ആണ് കംപ്ലീറ്റ് ചെയ്തത്, ഗ്രാജുവേറ്റ് ആയി HR മാർക്കറ്റിംഗിലാണ് ചെയ്തത്. ജോലി പിന്നെ എപ്പോ വേണമെങ്കിലും കിട്ടും. ഇപ്പൊ ഞാൻ എന്റെ ഈ പാഷനിൽ ഫോളോ. ഇതിൽ ഏറ്റവും കൂടുതൽ ഈ കലയിലേക്ക് വരണം എന്ന് ഇഷ്ടം ഗോപികയ്ക്കായിരുന്നു അച്ഛനും അമ്മയ്ക്കായിരുന്നു? എനിക്കായിരുന്നു ഇഷ്ടം. ഞാൻ വീട്ടിൽ പറഞ്ഞപ്പോൾ അവർ ഓക്കെ കുഴപ്പമില്ല, പക്ഷെ പഠിത്തം ഉഴപ്പരുത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പൊ എഡ്യൂക്കേഷൻ കംപ്ലീറ്റ് ആയി മൂവിയിലേക്ക് വന്നു. ശരിക്കും ഒരു ഹീറോയിൻ ഒരു ഇൻഡസ്ട്രിയിലേക്ക് കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ തമിഴിൽ നിന്നും തെലുങ്കിൽ നിന്നും ഒക്കെ ഇഷ്ടംപോലെ ഓഫേഴ്സ് വരും. അപ്പൊ അതുകൊണ്ട് ചോദിച്ചാൽ മോക്ക് അങ്ങനെ ഓഫേഴ്സ് എന്തെങ്കിലും? ഇല്ല, ഞാൻ തമിഴിൽ ആഡ് ചെയ്തിട്ടുണ്ട്, പരസ്യങ്ങൾ ചെയ്തിട്ടുണ്ട്. മൂവി ഇതുവരെ ഒന്നും വന്നിട്ടില്ല. മോഡലിംഗ് ഒക്കെ ഇഷ്ടമാണോ? ഞാനൊരു അറൌണ്ട് 30 ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിൽ നിന്നാണ് ശരിക്കും പറഞ്ഞ ഫിലിമിലോട്ട്? അല്ല, ഞാൻ മോഡലിംഗ് ചെയ്യുമ്പോൾ ഞാൻ വിചാരിക്കല്ലേ നീ പരസ്യം കാണുമ്പോൾ ഓക്കെ പരസ്യം കണ്ടിട്ട് ആരെങ്കിലും എന്നെ വിളിക്കും എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അങ്ങനെയൊന്നും ഉണ്ടായില്ല. മൂവിയിലേക്ക് ഓഡീഷൻ ത്രൂ ആയിരുന്നു വന്നത്, പിന്നെ മോഡലിംഗിലേക്ക് വളരെ പെട്ടെന്ന് വന്ന ഒരു ഓഫർ ആയിരുന്നു. ശരി, ഓക്കെ. ഇപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പും ചെയ്തു ഫിലിമിലേക്ക്. മോളുടെ എയിം എന്താണ് ഫിലിമിൽ? എനിക്ക് നല്ലൊരു ആർട്ടിസ്റ്റ് എന്ന രീതിയിൽ അറിയപ്പെടണം. ഒരുപാട് ഇത് മനീഷ് പറഞ്ഞ പോലെ എനിക്ക് അങ്ങനെ ഹീറോയിൻ മാത്രമേ ചെയ്യുള്ളൂ എന്നൊന്നുമില്ല, നല്ല ക്യാരക്ടേഴ്സ് വരുമ്പം അത് ചെയ്യാം, അതാണ് എൻ്റെ ഡ്രീം. ഓക്കെ. അപ്പം ഇനി ഫസ്റ്റ് 2 മൂവി ഹീറോയിൻ ആയിരുന്നു, അപ്പൊ അത് മാറുമ്പോൾ ഉണ്ടാവുന്ന ഒരു വിഷമം ഉണ്ടാവില്ലേ? ഇല്ല, എനിക്ക് പ്രശ്നമില്ല. രണ്ടാണെങ്കിലും ആക്ടിങ് അല്ലേ, പ്രശ്നമില്ല. നല്ല റോളായാൽ മതി. ഇപ്പം ആ സിനിമ കാണുമ്പോൾ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു റോളായാൽ മതി. ആ കുട്ടി അത് അങ്ങനെ ചെയ്തു, അങ്ങനെ ആളുകൾ പറഞ്ഞാൽ മതി. ഓക്കെ. അപ്പൊ ഇതേപോലെയാണ് മനീഷിനും നല്ല ക്യാരക്ടർ വരാ ചെയ്യാ, അത്രേ ഉള്ളൂ. ഓക്കെ. ഫിലിമിൽ വന്ന പിന്നെ എത്ര ഫാൻസ് ആയി? വളരെ സന്തോഷമുള്ള കാര്യം. ഞാൻ ഇരിഞ്ഞാലക്കുടയിൽ താമസിക്കുന്നത്. മെക്സിക്കൻ അപാരത എന്ന് പറയുന്ന സിനിമ ഹിറ്റായപ്പോൾ ഞാൻ പോലും അറിയാതെ മനീഷ് കൃഷ്ണ ഫാൻസ് ഫ്ലെക്സ് വെച്ചു. സത്യം പറഞ്ഞാൽ എൻ്റെ കണ്ണ് നിറഞ്ഞു. അത് ആരാണ് വെച്ചേ, എങ്ങനെയാ വെച്ചത് ഒന്നും എനിക്കറിയില്ല. അതിൻ്റെ ഫോട്ടോ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ അതിനുശേഷം എനിക്ക് ഫാൻസ് ഉണ്ടോന്നും എനിക്ക് അറിയില്ല കേട്ടോ. അത് മറക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. ഫാൻസ് ഡെഫിനറ്റ് ആയിട്ട് ഉണ്ടാവുമല്ലോ, അല്ലെങ്കിൽ നമുക്ക് മാർക്കറ്റ് നമ്മുടെ ഈ ഇൻഡസ്ട്രിയിൽ ഇല്ല എന്നുണ്ടെങ്കിൽ, മാർക്കറ്റ് എന്ന് പറയുന്നത് നമ്മുടെ പ്രേക്ഷകർ നമ്മളെ ഇഷ്ടപ്പെടുന്നതാണ്. ആ ഒരു സപ്പോർട്ട് ഇല്ലെങ്കിൽ നമ്മൾ നോ വെയർ.
അല്ലേ? ശരിക്കും അത് വല്ലാത്തൊരു സന്തോഷമുള്ള നിമിഷം. നമ്മൾ സിന്ധു എന്ന് പറയുന്ന തിയേറ്ററിലാണ് വെച്ചത്. മതിൽ നിറച്ചും മനീഷ്, എൻ്റെ കുറേ ഫോട്ടോസ് ഗൂഗിളിൽ നിന്ന് എടുത്തിട്ട് മനീഷ് കൃഷ്ണൻ ഫാൻസ് അസോസിയേഷൻ, മെക്സിക്കൻ അബാർദയുടെ ഭയങ്കരമായിട്ട് സന്തോഷം. നമുക്ക് എന്താ പറയാ, ആനന്ദ കണ്ണീരൊക്കെ വന്നു? ആനന്ദ കണ്ണീര് വന്നില്ല, അതെന്നും രാവിലെ ഞാൻ പോയി കാണുമായിരുന്നു. കണ്ണീര് വരുത്താൻ ശ്രമിച്ചു, നടന്നില്ല. അങ്ങനെയൊന്നുമില്ല. ഈ ഫിലിമിലേക്ക് വരാനായിട്ട് കുറേ മനീഷ് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടെന്ന് പറയാം. ഒരുപാട്. ശരിക്കും അതെന്തായിരുന്നു സ്ട്രഗ്ലിംഗ് എന്ന് പറയുമ്പോൾ? പണ്ടത്തെ കാലത്തൊക്കെ എല്ലാവരും പറയും കോടമ്പാക്കത്തൊക്കെ പോയി കിടന്ന് പട്ടിണി കിടന്നും വെള്ളം കുടിച്ചും അല്ല ലോഡ്ജിൽ കിടന്നും പോയി ചാൻസസ് ഒക്കെ ചോദിച്ചിട്ടുണ്ട്. ഞാൻ എല്ലാവരും സിനിമയുടെ ഒരു ബാക്ക് ഹിസ്റ്ററി നോക്കിക്കഴിഞ്ഞാൽ എല്ലാവർക്കും ഉണ്ടാവും അങ്ങനെ കഥ പറയാനായിട്ട്. ഞാൻ നാട് വിട്ടത് ചെന്നൈ കോടമ്പാക്കത്തേക്കല്ല, ഞാൻ തിരുവനന്തപുരം പത്മനാഭ ക്ഷേത്രത്തിലേക്ക് നാട് വിട്ടത്. എന്തിനാണ് ഇവിടെ വന്നേ? അതിനിടയ്ക്ക് അമ്മ വീട്ടിലേക്ക് സപ്പോർട്ട് ഒത്തിരി കുറവാണ്. ജോലിക്ക് ചീത്തയൊന്നുമില്ല, എന്നെ ദുബായ് വിട്ടതാ. ദുബായ് പോകുന്നതിന് മുന്നേ കയ്യിൽ പ്ലാസ്റ്റിക് ഇട്ട് കിടന്നു പോവാതിരിക്കാൻ. എന്നിട്ട് പോയി വെട്ടിച്ച് പിറ്റേ ദിവസം ദുബായ്ക്ക് അടിച്ചു. അവിടെ നിന്ന് നോണ പറഞ്ഞ് തിരിച്ചു വന്ന് എല്ലാവരും അവിടേക്ക് ചെന്നൈക്ക് പോകുമ്പോൾ ഞാൻ വേഗം മലയാളം മനോരമ പേപ്പറൊക്കെ എടുത്ത് സൗന്ദര്യം കളയരുതല്ലോ, സിനിമയിൽ അഭിനയിക്കേണ്ടതല്ലേ, അപ്പോൾ ഐസ്ക്രീം ബാറിൽ ജോലി നോക്കി. AC ആയിരിക്കും, ഐസ്ക്രീം കഴിക്കാം, അവിടുന്ന് സിനിമയിലേക്ക് നീങ്ങാം എന്നുള്ള ചിന്തയിലോട് കൂടി തിരുവനന്തപുരം വന്നു. ആ ചേട്ടൻ വരാൻ പറഞ്ഞു, ഇവിടുത്തെ ഒരു ഐസ്ക്രീം ബാറിലെ ചേട്ടനാ. അപ്പോൾ എന്നെ കണ്ടപ്പോൾ ഇങ്ങനെ നോക്കിയിട്ട് പറഞ്ഞു, ഇത് മോന് പറ്റിയ പണിയൊന്നുമല്ല, മോൻ വീട്ടിൽ നിന്ന് തല്ലുണ്ടാക്കി വന്നേക്കാം അല്ലേ എന്ന് പറഞ്ഞ് നീ വേഗം ഒരു സ്ട്രോബെറി ഷേക്ക് കുടിച്ചിട്ട് വേഗം വീട്ടിലേക്ക് പോയെന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി. അങ്ങനെ ഇവിടെ ഒരു ബാറിലൊക്കെ ജോലി നോക്കി. ട്രിവാൻഡ്രം AC മെയിനാണ്. പക്ഷെ നമ്മുടെ കരിയർ മറ്റേതാണല്ലോ, സിനിമയാണല്ലോ. പക്ഷെ അവിടെ രക്ഷയില്ല. അങ്ങനെ ഒരു 1 വീക്കോടെ ഞാൻ ഇവിടെ നിന്നു, തിരുവനന്തപുരം ഒരു ലോഡ്ജിൽ നിന്നു. പിന്നെ ഡെയിലി കൊടുക്കാൻ പൈസയില്ല. അപ്പം അങ്ങനെ ബാഗും സാധനങ്ങളും എടുത്ത് പുറത്ത് വെച്ചു. ഞാൻ നേരെ ആ പത്മനാഭ ക്ഷേത്രത്തിൻ്റെ സ്റ്റെയർ കേസിനോടെ കൊണ്ടുവച്ചു. അപ്പോൾ അവിടെ ചിരട്ട കൊണ്ട് വയലിൻ വിൽക്കുന്ന ഒരു ചേട്ടനുണ്ടായിരുന്നു. ആ ചേട്ടൻ 2 മാസം അവിടെ കൂടി. അവിടെ തന്നെ കിടക്കുമ്പോൾ റോട്ടിൽ മുണ്ട് വിരിച്ച് അങ്ങനെ ഒരുപാട് ഹിസ്റ്ററി ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ എൻ്റെ സ്ട്രഗിളിൻ്റെ ഭീകരമായൊരു വലിയൊരു കാര്യമായിരുന്നു. പക്ഷേ പത്മനാഭസ്വാമി അതെനിക്ക് നടത്തി തന്നു അവിടെ. പിന്നെ അദ്ദേഹത്തിനെ കൈപിടിച്ച അദ്ദേഹം ഞങ്ങളെ ആരെയും വിടാറില്ല. അതാണ് എൻ്റെ ലൈഫിൽ സിനിമയിലേക്ക് വരുന്നുള്ളൊരു വലിയ അതും സ്ട്രഗിൾ ഉണ്ട്. പക്ഷെ ഇതൊന്നും ഓർത്ത് വെക്കാവുന്ന സുഖമുള്ളൊരു സ്ട്രഗിളാണ്. സത്യം. ഞങ്ങളുടെ പത്മനാഭൻ ഞങ്ങളെ വിടാറില്ല. ഞങ്ങളുടെ ബലം എന്ന് പറയുന്നത്, തിരുവനന്തപുരംകാരുടെ ബലം എന്ന് പറയുന്നത് പത്മനാഭ സ്വാമി. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, വയലിൽ 45 എന്ന് വിളിച്ചു പറഞ്ഞ ഒരു തമിഴനായിരുന്നു പാവം. അങ്ങനെ കുറേ നാളെന്നെ നോക്കി. അങ്ങനെ വീട്ടിൽ നിന്ന് അന്വേഷിച്ച പിന്നെ കണ്ടിട്ടേ ഇല്ല. അങ്ങനെ ഇവിടെ നെടുമങ്ങാടുള്ള ഒരു ഫ്രണ്ടിൻ്റെ അടുത്തേക്ക് വിളി പോയി, ഇങ്ങനെ കക്ഷിയോടെ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. പിറ്റേ ദിവസം 2 6 അടി ഹൈറ്റുള്ള മനുഷ്യർ വന്ന് തന്നെ പൊക്കി പൊറോട്ടയും മട്ടൻ ചാപ്സ് മേടിച്ചെന്ന് വീട്ടിലേക്ക് വിട്ടു. അല്ല, നമ്മുടെ ഫ്രണ്ടിന്റെ ഫ്രണ്ടാ. അങ്ങനെ ഇവിടുന്ന് പാക്ക് ചെയ്തു തിരിച്ച് വീട്ടിൽ പോയി. അപ്പൊ എങ്ങനെ ചാൻസ് വന്നത്? ആൽബം ശരിക്കും നിങ്ങളായിട്ട് ചെയ്തു? ആൽബം ചെയ്തു. ഈ കുങ്കുമം ആൽബം ചെയ്ത് ലോയിസാന്റെ അസോസിയേറ്റ് ആയിരുന്നല്ലോ ഉദയ് ശങ്കരൻ, വാട്ടർമാൻ എന്നാ പറയാം. അങ്ങനെ അവിടെ നിന്ന് തന്നെയാണ് ഞാൻ സിനിമയിലേക്ക് വന്നത്. അങ്ങനെ ഈ മനീഷിന്റെ ശരിക്കുമുള്ള ഈ ഒരു സ്ട്രഗിളിന്റെ പുറത്ത് പുള്ളി വിളിച്ചതാന്ന് ഈ ഒരു ഇത്ര ഇഷ്ടം ആര് ആൽബം ചെയ്യാനായിട്ട്? അല്ലല്ല, ആൽബം ഒക്കെ കഴിഞ്ഞിട്ടാണ് സ്ട്രഗിൾ, സിനിമയ്ക്കുള്ള സ്ട്രഗിൾ. ആൽബം ഒക്കെ അവിടെ കിടക്കുന്നുണ്ട്. ആൽബം ഒക്കെ കഴിഞ്ഞിട്ടാണ് സ്ട്രഗിൾ കിടക്കുന്നത്. എന്നെ ആൽബം കഴിഞ്ഞ് ഒറ്റയടിക്ക് എന്നെ സിനിമയിലേക്ക് വിളിച്ചിട്ടില്ല. ഹിറ്റായിരുന്നു. എങ്കിലും എനിക്ക് അതിന് വിളിച്ചു. ലോയ് സാർ നിവേദ്യത്തിലേക്ക് ഞാൻ അഭിനയിക്കാൻ വിളിച്ചു. അന്ന് അവിടെ പോയിട്ട് ലോയ് സാറും സിന്ധു ചേച്ചിനോട് ഒരു ഓഡിഷനൊക്കെ ചെയ്തു. കുറെ ഫണ്ണി എലമെന്റ് ഒക്കെ ചോദിച്ചു. പക്ഷെ എന്നിട്ട് പറഞ്ഞു, നീൻ്റെ മുതൽ തീയുണ്ട്, നീ സിനിമയിൽ വരും. പക്ഷെ നമുക്ക് വേണ്ടത് അന്ന് മോഡലിംഗ് ചെയ്യുന്ന കാരണം ഭയങ്കര വണ്ണം കുറഞ്ഞിട്ടാണ്. പേടിക്കൊന്നും വേണ്ടെന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ തന്നെ ലോയ് സാർ വിട്ടതെന്ന്. ഇതേ സിറ്റുവേഷൻ തന്നെയാണ് നീലത്താമരയ്ക്കും. MT സാർ വിളിച്ച് ഞാൻ പോയി ഈ ശ്രീനന്ദൻ ആൽബം കണ്ടിട്ട്. MT സാറും ലാജോ സാറും കോഴിക്കോടുള്ള ഫോർച്യൂൺ ഹോട്ടലിൽ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അവിടെ ഭയങ്കര ഹാപ്പിയാണ്. അന്നും ഇതേ കോലം തന്നെയാണ്. ഭക്ഷണം ഭയങ്കര മെലിഞ്ഞിരിക്കുന്ന കാരണം അവിടെ നിന്ന് ഇങ്ങനെ പോയി. അതെ, അങ്ങനെ പോയിട്ടാണ് ടൂർണമെൻ്റ് എന്ന് പറയുന്ന സിനിമ വരുന്നുണ്ട്. ലാൽ ക്രിയേഷൻ ബാനറാണ് കൊടുത്ത ഓഡിഷൻ ടൈം എന്ന് പറഞ്ഞിട്ട്. അവിടെ 12,000 പേരിൽ നിന്നാണ് ബോബി വർഗീസിന് സെലക്ട് ആയത്. അതാണ് ആ സ്ട്രഗിൾ. അതൊന്നുമല്ല, ഇനിയും ഇഷ്ടംപോലെ ഉണ്ട്. പക്ഷേ എന്താ പറയാ, ഞാൻ ഇപ്പോഴും അഞ്ചേച്ചി അതൊക്കെ എൻജോയ് ചെയ്യുന്നുണ്ട് കേട്ടോ, പഴയ കാര്യങ്ങളൊക്കെ ഓർക്കുമ്പോൾ. കാരണം ആഗ്രഹത്തിന്റെ പുറത്ത് അല്ലെങ്കിൽ ഹാർഡ് വർക്കിന്റെ പുറത്ത് സിനിമയിൽ വന്ന ഒരാളാണ് ഞാൻ. തിരിഞ്ഞു നോക്കിയപ്പോഴും എൻ്റെ ക്രാഫ്റ്റ് വീക്കിലാണ്, എനിക്ക് പ്രശ്നങ്ങളൊന്നുമില്ല. സൈജ് 2 സിനിമ അടുത്ത മാസം റിലീസാകാൻ പോവാണ്. ഇതൊക്കെ തന്നെയാണ്. അല്ല, ശരിക്കും ഞാനൊരു കാര്യം പറയട്ടെ. ഇത് സ്ക്രീനിൽ വന്നപ്പം ആദ്യം അപ്പനമ്മയെ അരിശപ്പെട്ടതല്ലേ, പക്ഷെ സ്ക്രീനിൽ കണ്ടപ്പോൾ അപ്പനമ്മ എന്നാ പറഞ്ഞു? അമ്മൂമ്മ കരഞ്ഞു. അതിൽ ഇടി കൊടുന്ന സീനൊക്കെ ഉണ്ട്. ഭയങ്കര കരച്ചില്. കാരണം അതിലൊരു അമ്മൂമ്മയുണ്ട് ടൂർണമെന്റിൽ. എൻ്റെ അമ്മമ്മയുടെ എന്ത് ചോദിക്കുകയാണെങ്കിൽ ആ ഒരു ക്യാരക്ടറിൽ അമ്മൂമ്മയുണ്ട്. പക്ഷെ അമ്മൂമ്മേനെ കാണിക്കുന്നില്ല.
അങ്ങനെ അന്ന് മുതൽ അമ്മ പറഞ്ഞു നീ കൊല്ലുന്നതോ അല്ലെങ്കിൽ നിനക്ക് ഇടി കിട്ടുന്നുള്ള പടങ്ങൾ ഞങ്ങൾ ഇനി കാണാൻ വരില്ല. അത് കഴിഞ്ഞിട്ട് അമ്മൂമ്മ തിയേറ്ററിൽ വന്നാ കണ്ടേ? പിന്നെ ഞാൻ കൊണ്ടുപോയി, ഞാൻ തിയേറ്ററിലേക്ക് അമ്മേനെ അമ്മേനൊക്കെ ഞാൻ ഫസ്റ്റ് ഡേ തന്നെ കൊണ്ടുപോയി. എന്നാ പറഞ്ഞു ഇത്രയും സ്ട്രഗിൾ ചെയ്ത് അപ്പനും അമ്മയോട് വഴക്കുണ്ടാക്കിയൊക്കെ ആണല്ലോ സ്ക്രീനിൽ വന്നേ. ഭയങ്കര ചാടയല്ലേ കാണ്. വിട്ടുകൊടുത്തില്ല. ഓക്കെ, ഇനി എനിക്ക് ദുബായ് പോയി ഇതൊക്കെ ചെയ്യാൻ പറ്റുമെന്നൊക്കെ ചോദിച്ചു. അപ്പോഴും അമ്മയ്ക്കൊരു കുലുക്കമില്ല, അമ്മയ്ക്ക് ഇപ്പോഴും സിനിമ അത്ര വലിയ ഇപ്പോഴും അതുപോലെ തന്നെ നിൽക്കുന്നുണ്ട്. എന്നാലും സിനിമ ഒറ്റ ആളാണ്. ചേച്ചി സപ്പോർട്ടായിരുന്നു? ചേച്ചി കുഴപ്പമില്ല. ആർക്കപ്പം വലിയ താല്പര്യമില്ലായിരുന്നു സിനിമയിലോട്ട് വരുന്നതില്, ഒറ്റ കടുംപിടുത്തത്തിൽ പോകുന്നതാ. അപ്പൊ പെണ്ണ് കിട്ടുന്നത് ഇനിയിപ്പോ അങ്ങനെ ആയിരിക്കും അല്ലേ? ഒരു പെങ്കൊച്ചിന് ഇഷ്ടപ്പെട്ട. തീർച്ചയായിട്ടും കല്യാണം കഴിക്കാനായിട്ട് ഭയങ്കര പ്രശ്നമാണ് വീട്ടിൽ നിന്ന്. ഞാൻ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെട്ട സിനിമയിൽ എന്നിട്ട് കല്യാണം മതിയെന്ന് ഇടിച്ചു നിൽക്കുകയാണ് ഞാൻ. ഓക്കെ, ഇപ്പൊ വരാൻ പോകുന്നില്ല 2 ഫിലിം, അതിന്റെ ക്യാരക്ടർ എന്താ? മുന്തിരിമൊഞ്ചൻ ഒരു തവള പറഞ്ഞ കഥ എന്ന സിനിമയിലെ ക്യാരക്ടറിന്റെ പേരാണ് വിവേക് വിശ്വനാഥൻ. അതിനെ ഷോർട്ടായിട്ട് വിളിക്കുന്നതാണ് വേട്ടാവളിയൻ. അത് ഈ കൊച്ചു വിളിക്കുന്നത് ആ സിനിമയ്ക്കകത്ത് തന്നെ. അപ്പോൾ ഞങ്ങൾ കാണുന്നത് ഒരു മീൻ മാർക്കറ്റിൽ വെച്ചിട്ടാ. അപ്പോൾ കുറെ മീൻ ഫസ്റ്റുള്ളതിന്റെ മേത്ത് വീഴുന്നുണ്ട്, കുറച്ച് മീൻ ഗോപികയുടെ മേത്ത് വീഴുന്നുണ്ട്. അങ്ങനെയാണ് മാന്തളൂട്ടിന്ന് പേര് വീഴുന്നത്. മാന്തയാണ് വീഴുന്നത്. മാന്ത അല്ല, മാന്തൽ. ഞങ്ങൾ കോഴിക്കോട് മാന്താന്ന് പറയാം. മനീഷിന്റെ നെക്സ്റ്റ് കമ്മിങ് മൂവീസ് ഇനി അത് കഴിഞ്ഞിട്ട് തൃശ്ശൂർ പൂരം. തൃശ്ശൂർ പൂരത്തിലെ കണ്ണൻ എന്നാണ് ക്യാരക്ടറിന്റെ പേര്. അതും കൃഷ്ണനാണ്. അത് രക്ഷയില്ലാത്ത ക്യാരക്ടർ. സിനിമ കാണണം എന്തായാലും. ഇതും കാണണം. ഇത് 6-ാം തീയതി ആണല്ലോ. തൃശ്ശൂർ പൂരം കിടക്കുന്ന 20-ാം തീയതി ആണല്ലോ. അത് റിലീസ് ആവാൻ പോകുന്നു. ഒരു അടുത്ത മാസം കുറച്ച് ദിവസത്തെ വ്യത്യാസമേ ഉള്ളൂ. അത് ജീവിതത്തിലെ എന്താ പറയാ ഒരുപാട് സന്തോഷമുള്ള നിമിഷമാണ്. കാരണം 2 സിനിമ റിലീസ് ആവാൻ പോകുന്നു. പത്മനാഭൻ വെറുതെ അല്ലല്ലോ. പിന്നെ അദ്ദേഹം കൈപിടിച്ച് ഇങ്ങനെ കയറ്റി വിട്ടു. എനിക്ക് തോന്നുന്നു ആ 1-2 ആഴ്ച അവിടെ കിടന്നതിന്റെ ഒരു എഫക്ട് ഭഗവാൻ അങ്ങ് തന്നതാ. ഞാൻ അവിടെ കടന്നെങ്കിൽ അതിന്റെ ഉള്ളിൽ പോയി പ്രാർത്ഥിച്ചൊന്നുമില്ല. ഈ കഴിഞ്ഞ മുന്തിരിമൊഞ്ചൻ ചെയ്യുന്നതിന് മുന്നേ ഞാൻ ഉള്ളിൽ കയറി കണ്ടു. അയ്യോ ഒന്നും പറയണ്ട, താങ്ക്സ് ഒക്കെ പറഞ്ഞു, കുറെ വഴിപാടൊക്കെ നേർന്നു, കുറെ നേരം അതിൻ്റെ ഉള്ളിൽ ഇരുന്നു. എന്നിട്ട് ഞാൻ ഇനി എത്ര ഉയർന്നു പോയാലും അവിടെ വന്ന് അദ്ദേഹത്തിന് ഇടയ്ക്കൊന്ന് കാണണം. തീർച്ചയായിട്ടും, എന്തായാലും അല്ലേ? അത് എപ്പോഴായാലും വേണമല്ലോ. വന്നൊന്ന് അദ്ദേഹത്തെ കണ്ടിട്ട് ഞാൻ ഇവിടെ ഉണ്ടേ, എന്നെ പിടിച്ചോണേ എന്നൊന്ന് പറഞ്ഞു. ഞാൻ എന്നിട്ട് അവിടെ ഇരുന്ന സ്ഥലത്ത് ഇപ്പൊ അവിടെ ചെറിയ ഹോട്ടലാണ്. ഞാൻ നല്ല ചേട്ടനോട് പറഞ്ഞു, ആ ചേട്ടൻ ഫ്രീ ആയിട്ട് ചായ കടിച്ചു വന്നു. എനിക്ക് ഞാൻ ഇരുന്ന് വയലിൻ വിറ്റുന്ന സ്ഥലത്ത് ഒരു പുതിയ ചായക്കട ഒക്കെ ഉണ്ട്. പണ്ട് മനീഷിന് അവിടെ ആൾക്കാർ അറിയാമായിരുന്നു ഇത്രയും ദിവസം അവിടെ നിൽക്കുമ്പോഴൊക്കെ. ആഫ്റ്റർ ബിക്കമിങ് ആൻ ആക്ടർ അവിടെ ചെന്നപ്പം അങ്ങനെ കുഴപ്പമൊന്നുമില്ല, ചിരിക്കും എന്നുള്ളൂ. ഞാൻ തോർത്തുകൊണ്ടൊക്കെ ഇട്ട് നൈസായിട്ട് സൈഡിൽ നിൽക്കും, ആ ചേട്ടൻ വിൽക്കും, ചിലപ്പോൾ ഞാനും വിൽക്കും. അങ്ങനെ ഈ പത്മനാഭസ്വാമിനെ അന്വേഷിച്ച് ഇവിടെ വന്ന് നിൽക്കാൻ എന്തായിരുന്നു എയിം? വീട്ടിൽ നിന്ന് രക്ഷപ്പെട്ടതാണോ? അല്ല, ചെന്നൈ നോക്കുന്ന കുറച്ച് ദൂരം കൂടുതലാണ്. സാമ്പത്തിക പ്രശ്നം അതിരൂക്ഷമായി ബാധിക്കുമല്ലോ. അതെ, അപ്പോ തിരുവനന്തപുരം വെച്ച് നോക്കാൻ നേരത്തിന്. പിന്നെ വേറെ കാര്യം കൂടി ഉണ്ട്. അന്ന് ആൽബം മിക്സ്ഡ് എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അപ്പൊ അതിൽ കോമ്പയർ ചെയ്യാൻ കയറാം. അപ്പൊ അങ്ങനെയുള്ള കുറെ ഐഡിയകളായിട്ടാണ് തിരുവനന്തപുരം വന്നത്. അപ്പൊ സ്റ്റേജ് ഷോസ് ഒക്കെ ഇഷ്ടമാണോ? ഓഡിയൻസിനെ ഒക്കെ കയ്യിലെടുക്കാൻ നല്ലോണം അറിയും? അങ്ങനെയൊന്നുമില്ല, നമ്മുടെ GP ചെയ്യുന്ന പോലെ ഒരിക്കലും ഇല്ല. എനിക്കില്ല, GPക്ക് മാത്രമേ ഉള്ളൂ. കഴിവില്ല എന്ന് ഉറപ്പാണ് എനിക്ക് തോന്നുന്നില്ല. ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല. വന്നാൽ ഒരു കൈ ഞാൻ നോക്കും എന്ന് ഞാൻ പറയാൻ പറ്റുള്ളൂ. ഇതുവരെ അങ്ങനത്തെ ഷോ ഒന്നും ചെയ്തിട്ടില്ല. പക്ഷെ എനിക്ക് തോന്നുന്നു യു ഹാവ് ദാറ്റ് കാലിബർ. താങ്ക് യു. നല്ല സ്മാർട്ട് അല്ലേ? ചെയ്യുന്നുണ്ട്. ഞാനൊക്കെ യൂത്ത് അല്ല, എനിക്ക് ക്യാരക്ടർ ചെയ്യാൻ ഇഷ്ടം. എൻ്റെ ഏജിനേക്കാൾ കുറച്ച് കൂടുതലുള്ള ക്യാരക്ടർ ചെയ്യാൻ എനിക്ക് ഇഷ്ടം. കാരണം എനിക്ക് തോന്നുന്നു തൃശ്ശൂർ പൂരം കഴിഞ്ഞപ്പോൾ ഡബ്ബ് കഴിഞ്ഞപ്പോൾ ഞാൻ തന്നെ ഞെട്ടിപ്പോയി. നിറച്ച് താടിയും മുടിയും. അതൊരു സസ്പെൻസ് ക്യാരക്ടറാണ്. ഇത് ഞാൻ തന്നെയാണ് ഈശ്വര എന്ന് വരെ ഞാൻ ചിന്തിച്ചു പോയിട്ടുണ്ട്. അങ്ങനത്തെ ക്യാരക്ടേഴ്സ് എനിക്ക് ഇഷ്ടം. മൂവി ക്വൈറ്റ് ഡിഫറെന്റ് ആണെന്ന് പറഞ്ഞു. 20-ാം തീയതി ഇറങ്ങാൻ പോകുന്നത് തൃശ്ശൂർ പൂരം. യെസ്. അപ്പൊ അതിനകത്തെ ക്യാരക്ടേഴ്സ് കുറച്ച് ഡിഫറെന്റ് ആണ് ക്യാരക്ടർ ചെയ്യുന്നത്. അപ്പോൾ അത് കുറച്ച് ഹെവി ആണെന്ന് ഐ കുഡ് ഫീൽ ഫ്രം യുവർ ടോക്ക്. പടം തന്നെ ഹെവിയാണ്, അൾട്രാ മാസ് പടമാണ്. അതിൽ ജയസൂര്യാണ്, ജയേട്ടനാണ് ഹീറോ. ജയേട്ടൻ്റെ അനിയനായിട്ടാണ് ചെയ്യുന്നത്. ജയസൂര്യായിട്ട് വർക്ക് ചെയ്തിട്ട് എങ്ങനെയായിരുന്നു? കിട്ടിയ എക്സ്പീരിയൻസ് അല്ലേ? 75 ദിവസം ചിരിച്ചു വയ്യാണ്ടായിട്ടുണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം നല്ല രസം. നമുക്ക് പറഞ്ഞു തരാനുള്ള ഒരു മനസ്സുണ്ട്. നമുക്ക് എന്ത് ഷോട്ടിൽ അല്ലെങ്കിൽ നീ ഇങ്ങനെ ചെയ്താൽ ബെറ്റർ ആയിരിക്കും. പക്ഷേ ഒരു ഷോട്ടിൽ പറഞ്ഞു, എൻ്റെ കൈ പിടിച്ച് പറഞ്ഞു, ഈ സിനിമ നിനക്ക് ബ്രേക്ക് ആയിരിക്കും കേട്ടോ എന്ന് പറഞ്ഞു. കേട്ടവനെ വളരെ സന്തോഷമായി എനിക്ക്. ശരിക്കും ജയസൂര്യൊക്കെ പറയുന്ന ഒരു അഡ്വൈസ് ഒക്കെ നമ്മൾ ഏറ്റെടുക്കുന്ന ഒത്തിരി നല്ലതാട്ടോ. പിന്നെ ജയസൂര്യൊക്കെ വന്ന വഴിയും ഒക്കെ വെച്ച് നമ്മൾ നോക്കുമ്പോൾ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് നല്ലോണം ഇല്ലെന്ന് ഒരിക്കലും പറയത്തില്ല.
നല്ലോണം സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്, നല്ലോണം ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. അതായത് ഞാൻ പറഞ്ഞ ജയസൂര്യക്ക് പറ്റുന്നതിനെക്കാട്ടിലും ഹെവി ക്യാരക്ടേഴ്സ് ആണ് ജയസൂര്യ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇന്ന് ജയസൂര്യയായിട്ട് തീർച്ചയായിട്ടും നമുക്കത് പറഞ്ഞു തരാനുള്ള മനസ്സുണ്ട് ജയേട്ടന്. എല്ലാം നമ്മുടെ ഇപ്പൊ ഓപ്പോസിറ്റ് നിൽക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് ചെയ്യേണ്ട രീതികൾ അതെല്ലാം നല്ലോണം കോപ്പറേറ്റ് ചെയ്യുന്ന ഒരു കുട്ടിയാണ്. അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. തീർച്ചയായിട്ടും തൃശ്ശൂർ പൂരം നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. മോക്കിനി നെക്സ്റ്റ് പ്രോജക്റ്റ് ഏതാ വന്നത്? നെക്സ്റ്റ് പ്രോജക്റ്റ് ഇതുവരെ ഒന്നും ആയിട്ടില്ല. ആഡ്സ് റിലീസ് ചെയ്യാനുണ്ട്. ഞാനിപ്പോൾ ഈ അടുത്ത് കേരള പോലീസിൻ്റെ ഒരു ആഡ് ചെയ്തു. വുമൺ സേഫ്റ്റി അതിൽ മഞ്ജു ചേച്ചിയായിരുന്നു കൂടെ. അതാണ് റിലീസ് ആവാൻ. ഓക്കെ, ആഡ്സ് ആണ് ഏറ്റവും കൂടുതൽ വന്നുകൊണ്ടിരിക്കുന്നത്. ആഡ്സ് ആണ് കൂടുതൽ ചെയ്തതും. ആഡ്സിലാണ് തോന്നുന്നു ഗോപിക ഏറ്റവും കൂടുതൽ എസ്റ്റാബ്ലിഷ് ആയി വന്നത് അല്ലേ, മോർ ദാൻ ആക്ട്രസ് എന്നുള്ള രീതിയിലല്ലേ. മൂവി ഇപ്പം ലാസ്റ്റ് ഇയർ ചെയ്തിട്ടുള്ളൂ. ആഡ്സ് ഞാൻ +1 പഠിക്കുന്ന തൊട്ടിട്ട് ചെയ്യാൻ തുടങ്ങി. ആഡിലേക്ക് എങ്ങനെ ഇതേപോലെ ഓഡിഷൻ കൊടുത്തു? ആഡിലേക്ക് എനിക്ക് ആദ്യം കിട്ടിയ ഒരു ഓഫർ ഞാൻ പറഞ്ഞു, എനിക്ക് പെട്ടെന്ന് വന്നൊരു ഓഫറായിരുന്നു അത്. മിസ് മലബാർ എന്ന് പറഞ്ഞിട്ട് ഒരു പേജ് ആൻഡ് ഷോ ഉണ്ടായിരുന്നു. അതായിരുന്നു ആദ്യമായിട്ട് ചെയ്തത്. അതിനു മുമ്പ് ഒരു ആങ്കറിങ് വർക്ക്ഷോപ്പിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പം അവിടുന്ന് എൻ്റെ ഫോട്ടോ കണ്ടിട്ട് മാതൃഭൂമി ഫോട്ടോഗ്രാഫർ ഉണ്ട് NM പ്രദീപ് എന്ന് പറഞ്ഞിട്ട്, ആ ചേട്ടൻ തൊഴിൽ വാർത്തയിലേക്ക് വേണ്ടിയിട്ട് കവർ ഗേളായിട്ട് വിളിച്ചു. പിന്നെ മിസ് മലബാറിലേക്ക് എത്തി. അവർ ത്രൂ മിസ് മലബാറിലെത്തി. അത് പെട്ടെന്ന് വന്നൊരു ഓഫറായിരുന്നു. അതിൽ ഫോട്ടോജെനിക് എന്ന് പറഞ്ഞ ടൈറ്റിൽ വിന്നറായി. അപ്പോൾ ആ ഷോ ഞങ്ങൾക്ക് സ്പോൺസർ ചെയ്തത് കുട്ടിക്കൂറായിരുന്നു. അങ്ങനെ കുട്ടിക്കൂറേൻ്റെ ആഡ് ചെയ്തു. പിന്നെ അങ്ങനെ ഒരുപാട് ശരിക്കും ഈ ആഡ് ചെയ്തത് മോളെ കുറെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ക്യാമറ ഫിയർ അതൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഈ ക്യാമറ ഫിയർ ഉണ്ടായിരുന്നു? ഇല്ല, എനിക്ക് ഈ ടൂർണമെന്റ് ചെയ്തപ്പോൾ എൻ്റെ പ്രശ്നം ആക്ടർ ലാൽ സാറിന്റെ മുന്നിൽ നിൽക്കുന്നത്. കാരണം നമ്മൾ ആക്ടറായിട്ടൊക്കെ കണ്ടേക്കുന്നത്. അപ്പൊ എനിക്ക് ചിരി വരും. അപ്പോൾ അത് ആക്ഷൻ പറയുന്നത് ഞാൻ ആ ലോകത്തായിരിക്കും. കന്മതം ഇങ്ങനെയുള്ള സിനിമകളൊക്കെ കണ്ടിട്ട് ഇങ്ങനെ വണ്ടടിച്ച് നിൽക്കുന്ന സമയത്തായിരിക്കും ആക്ഷൻ പറയുന്നത്. അപ്പോൾ ചെയ്യടാ 2-3 പ്രാവശ്യം കഴിയുമ്പോൾ ശരി എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നില്ല. അത് കഴിഞ്ഞിട്ട് ആദ്യമായിട്ടാണ് ഇന്ദ്രൻസേനെ കാണുന്നത്. അപ്പോൾ ചിരിച്ചോണ്ടല്ല, അതിനെ അടിക്കുന്ന ഒരു സീനുണ്ട്. ഇവിടെ അടിക്കും, ഞാൻ ഇവിടെ ഒഴിയും. ഇതൊരു 18-19 ടേക്ക് പോയി. അതന്നെ എനിക്ക് മനസ്സിലാവുന്നില്ല ഇത് എന്താണ്. ഞാൻ ആദ്യമായിട്ട് ഇന്ദ്രനെ കാണുന്ന സിനിമയില് ഞാൻ അത് എൻജോയ് ചെയ്യാണ്. മനുഷ്യനെ കണ്ട് ആസ്വദിച്ച് തീർന്നില്ല, അതിനുമ്പ് അഭിനയിക്കാൻ തുടങ്ങി. അപ്പോ ഇവിടെ അടിക്കും, ഞാൻ ഇവിടെ ഒഴിയും. അങ്ങനെ അത് എങ്ങനെയൊക്കെയാ തീർത്തത് ആ ഷോട്ട്. അങ്ങനെ പേടിയൊന്നുമില്ല. അത് പേടി ആൽബം കാലഘട്ടങ്ങളിലൊക്കെ തന്നെ പോയിട്ടുണ്ട്. ഇനി ഇതൊരു സ്പെഷ്യൽ എന്റെ പരീക്ഷണാണ്. ഇത് എന്താണ് പേരിന്റെ പേര് നീട്ടും കഴിച്ചു കഴിഞ്ഞിട്ട് പേരിടട്ടല്ലോ. ചിക്കൻ. ഇതൊരു ഫുൾ ഫ്രഷ് ക്രീമും ടൊമാറ്റോയും ഒക്കെ ചേർത്തിട്ട് ചെയ്ത ഒരു ഒരു ഗ്രേവി ആയിട്ടുള്ള ഒരു കറിയാണ്. പക്ഷെ ഇറ്റ്സ് നോട്ട് ഗ്രേവി, തിക്കാണ് ബാറ്റർ. ചിക്കൻ കറി എൻ്റെ ഫേവറേറ്റ് ആണ്. ചിക്കൻ അടിപൊളിയായിട്ടുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ, ഇപ്പം ലിജോ ജോസ് പല്ലിശ്ശേരിയുടെ അദ്ദേഹത്തിന് ഞാൻ അതിനുശേഷം ഫ്രൈഡേക്ക് ശേഷം ചെയ്ത പടം ഡബിൾ ബാരൽ. അതിലൊരു ക്യാരക്ടർ ചെയ്തിരുന്നു, ഉമ്മർ. അതിൽ വേറെ ലുക്കാണ്. പിന്നെ ഇപ്പോൾ അതാ ഡബിൾ ബാരൽ ലിജോ ചേട്ടൻ്റെ വർക്ക് ചെയ്തു. എൻ്റെ ഫേവറേറ്റ് ഡയറക്ടറാണ് ലിജോ ചേട്ടൻ. ഇനിയിപ്പോൾ തൃശ്ശൂർ പൂരത്തിന് ശേഷം ചെയ്യുന്ന 2 പ്രൊജക്റ്റാണ്. ഒന്ന് വിഷ് യു ഹാപ്പി മാരേജ് ലൈഫ്, അത് അനീഷ് കാസിം എന്ന് പറയുന്ന ഒരു കക്ഷിയാണ് ഡയറക്റ്റ് ചെയ്യുന്നത്. പിന്നെ ഒരു മൂവി വിമൽ, ആൾ ബാംഗ്ലൂർ ബേസ്ഡ് ആണ്. അതിൻ്റെ സബ്ജക്റ്റും കാര്യങ്ങളും നടക്കുന്നു. ഓക്കെ, അപ്പോൾ ടോട്ടലി ബിസി. തമിഴിലൊന്നും പ്രോജക്റ്റ് വന്നില്ലേ മോനെ? തമിഴ് ഞാൻ ഇത്രയും ഗ്ലാമർ ആയിട്ടുള്ള ഒരു പെയിൻ അത് വരണ്ടേ? ഇല്ല, ഞാൻ ഈ പറഞ്ഞ മലയാളം തന്നെ എങ്ങനെയെങ്കിലും ഒന്ന് സക്സസ് ആയിട്ട്. തമിഴാണെങ്കിലോ നമ്മുടെ രാശി എവിടെയാ നിൽക്കുന്നതെന്ന് അറിയത്തില്ല. ഇല്ല, ഞാൻ തമിഴ് ഇപ്പം എന്തായാലും ചെയ്യില്ല. എനിക്ക് ഓഫേഴ്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് മലയാളം കുറച്ച് നല്ല പടങ്ങൾ ചെയ്തിട്ട് മാത്രം, അല്ലാതെ നമ്മൾ പാതി വഴിക്ക് വിട്ട് പോയി കഴിഞ്ഞിട്ട് ഇവിടുത്തെ കോൺടാക്ട് എല്ലാം പോകും. അതുകൊണ്ടാണ് തമിഴ് വരുന്നൊക്കെ ഉണ്ട് പറഞ്ഞ പോലെ. കുറച്ച് ബെറ്റർ എനിക്ക് മലയാളം ഫിലിം വരുന്നുണ്ട്. അപ്പോൾ അത് ചെയ്ത് കുറച്ചൊക്കെ കഴിഞ്ഞിട്ട് തമിഴ് ചെയ്യാൻ വെച്ചിട്ടാണ് നിൽക്കുന്നത്. ഓക്കെ, ഇനി ഒരു സംശയം ചോദിച്ചിട്ട്, ഇപ്പോഴത്തെ യൂത്തിലെ പിള്ളേരെല്ലാവരും കണ്ണാടി ഇത്ര മുട്ടനാണ് വെക്കുന്നത്. എന്നത്തിനാ അങ്ങനെ വെക്കുന്നത്? എൻ്റെ ഈ കണ്ണില്ലേ, അത് സ്റ്റൈലിനായിരിക്കും. എൻ്റെ ഈ കണ്ണ് സിനിമയോടുള്ള ക്രൈസ് കാരണം 7ാം ക്ലാസ് മുതൽ പൈസ തരില്ലല്ലോ വീട്ടിൽ നിന്ന്, ഞാൻ ഫ്രണ്ടിൽ നിന്ന് സിനിമ കാണും. കണ്ട സിനിമ വീണ്ടും വീണ്ടും കാണും. അല്ല, അപ്പൊ ഇതിന് ഇത്തിരി കാഴ്ച കുറവുണ്ട്. അല്ല, ഇത്ര മുട്ടൻ ഗ്ലാസ് വെക്കുന്നതിനകത്തിനാ? അത് എന്റെ ഫേസിന് ചേർച്ചതല്ലേ. പിന്നെ മോളിന് കോണ്ടാക്ട് ലെൻസ് വെച്ച് എപ്പോഴും ഈ കണ്ണിന് ചെറിയ ഇഷ്യൂസ് ഉണ്ട്. എനിക്ക് മൈന്യൂട്ട് പവർ ആണ്,
പിന്നെ ഈ ഫ്രെയിം ഒരു വെറൈറ്റി കാരണം അങ്ങനെ വെച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പൊ ഞാൻ കണ്ണാടി വെക്കുന്ന പിള്ളേരല്ല അല്ലേ ഇങ്ങനെ ഇത്രയും മുട്ടൻ ഗ്ലാസ്സാണ് വെക്കുന്നത് ഈ ഇടയിലായിട്ട് കാണുന്നത്. അപ്പൊ ഞാൻ വിചാരിച്ചു ട്രെൻഡി ആക്കാനാണ്. ഓക്കെ, ശരിക്കും ഇത് ഈ ഗ്ലാസ് വെച്ചപ്പം മനീഷിനെ ശരിക്കും ഒരു ഉണ്ണി മുകുന്ദന്റെ അനിയനായിട്ടൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. ആ ശരിക്കും ആരെങ്കിലും പറഞ്ഞു അങ്ങനെ നല്ലതായിട്ട് തോന്നുന്നുണ്ട് അല്ലേ? ഇപ്പൊ ഫ്രീക്ക് പറഞ്ഞ പേര് ഇപ്പൊ കറക്റ്റ് ആയി തോന്നുന്നുണ്ട്. ശരിക്കും നല്ലോണം തോന്നുന്നുണ്ട്. ഉണ്ണി മുകുന്ദന്റെ ശരിക്കും ഒരു അനിയൻ എഫക്ട് നല്ലതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, പിന്നെ വരാൻ പോകുന്ന പ്രോജക്ട്സിന്റെ വിശേഷം പറഞ്ഞു. ഇനി ട്രൂ ഡെഡിക്കേറ്റഡ് ടുവേർഡ്സ് ഓഫ് മലയാളം മൂവി. മോളും അത് തന്നെയാണ്. ഇപ്പോഴൊന്നും കല്യാണം കഴിക്കാൻ പോകുന്നില്ല. വീട്ടുകാരെ നിർബന്ധിച്ചാലും ഇല്ല? വീട്ടില് അല്ല, അത്ര നിർബന്ധമൊന്നും ഇല്ല. എനിക്കിപ്പോ ഏജ് ആയിട്ടില്ല, 23 ആയിട്ടുള്ളൂ. കുറച്ചും കൂടി കഴിക്കട്ടെ. 23 is the best time for girls to get married. ഇപ്പൊ എന്തായാലും വീട്ടില് പറഞ്ഞാലും ഞാൻ പറയും, ഞാൻ അവരെ കൺവിൻസ് ചെയ്യും. എന്നോട് മോൻ വന്ന് പറഞ്ഞിട്ടുള്ളത് അമ്മ ചേച്ചി ഭയങ്കര പാവാന്നാ പറയുന്നത്. ആരോട് അങ്ങനെ അധികം വർത്താനം ഒന്നും പറയില്ല, അമ്മ ഭയങ്കര പാവം പിടിച്ച ഒരു ചേച്ചിയാണെന്നാ പറഞ്ഞത്. ആണോ? ആദ്യം കോളേജിൽ ആരോടും ആദ്യം വർത്താനം ഒന്നും പറയത്തില്ല. എന്റെ ബാച്ചിലുള്ളവരോടൊക്കെ ആയിരുന്നു ഞാൻ കൂടുതൽ കമ്പനി. ജഗന്റെ ബാച്ചായിട്ട് അത്ര കമ്പനി ഉണ്ടായിരുന്നില്ല. പിന്നെ ജഗനായിട്ട് പരിചയപ്പെട്ടു. പിന്നെ അവർ പോവാൻ നേരത്ത്, അവർ പാസ് ഔട്ട് ആവാൻ നേരത്ത് കുറെ ആളൊക്കെ ആയിട്ട് ഫ്രണ്ട്സായി. ഓക്കെ, മനീഷിന് എങ്ങനത്തെ ഒരു പെങ്കൊച്ചിനെ ഇഷ്ടം? വളരെ നല്ല കുട്ടീനെയാണ് എനിക്ക് ഇഷ്ടം. അതെല്ലാവർക്കും അറിയാം, എല്ലാവരുടെ മനസ്സിൽ അങ്ങനത്തെ ആഗ്രഹം എല്ലാവർക്കും അറിയാം. കുറച്ച് മോഹിനിയാട്ടൊക്കെ അറിഞ്ഞിരിക്കണം കേട്ടോ. ഡാൻസ് അറിയുന്ന കുട്ടി ഡാൻസ് അറിയണം, പിന്നെ കുറച്ച് മുടിയൊക്കെ വേണം. കിഡിലിനായിട്ട് കട്ടൻ ചായ ഉണ്ടാക്കാൻ പറ്റണം. കട്ടൻ ചായയാണ് എൻ്റെ ഫേവറേറ്റ്. ഇത്രേ ഉള്ളൂ ഡിമാൻഡ്സും കണ്ടീഷൻസും. ഇപ്പം ഇവിടെ വരുന്ന കുട്ടികളൊക്കെ പറയുന്നത് വെച്ചാൽ ചേച്ചി ഞങ്ങൾ കുഞ്ഞുനാൾ മുതലേ പഠിച്ച ഡാൻസ് ഓൾ ഓഫ് എ സഡൻ നിർത്താൻ പറയും. അപ്പം പിന്നെ നമുക്ക് അവരുമായിട്ട് എന്താ പറയുക കെമിസ്ട്രി ഒന്നും ശരിയാവത്തില്ല. അങ്ങനത്തെ ഒരാളെ എനിക്ക് ആവശ്യമേ ഇല്ല എന്ന് പറയും. പക്ഷേ കൂടുതൽ ആൾക്കാരും ഇത് നിർത്താൻ പറയാൻ ആവശ്യപ്പെടുന്ന ആൾക്കാരാണ് ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്നത്. അതായത് പെൺകുട്ടികൾക്ക് കല്യാണം ആലോചിച്ച് വന്നിരിക്കുന്നത്. അഭിനയിക്കാൻ ആർക്കും പറ്റും, ഒബ്സർവേഷൻ ആണ്. പക്ഷെ പാട്ട് പാടാനുള്ള കഴിവ്, ഈ പറയുന്ന ഡാൻസ്, ഇതൊക്കെ ദൈവം കൊടുക്കുന്ന ഒരു സംഭവമാണ് അല്ലേ? അഭിനയിക്കാൻ എല്ലാവർക്കും നമുക്ക് അഭിനയിക്കാം, ഒരു കുഴപ്പമില്ല, അതിനൊന്നും ഒരു ഇഷ്യൂസ് ഇല്ല. അത് കുറച്ച് ഒബ്സർവേഷനാണ്. എന്ത് ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മൾ കരഞ്ഞിട്ടുണ്ടോ, നമ്മൾ ചിരിച്ചിട്ടുണ്ടോ, നമ്മൾ വിശപ്പ് പറഞ്ഞിട്ടുണ്ടോ, ഇതൊക്കെ തന്നെയാണ് നമ്മൾ സിനിമയിൽ കണ്ടുവരുന്നത് നമുക്ക് അഭിനയിക്കാനുള്ളതും. പക്ഷേ ഈ പറയുന്ന രണ്ട് കാര്യം അങ്ങനെ എപ്പോഴും എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതായിട്ടുള്ള ഐറ്റം അല്ല. അത് ഗോഡ്സ് ഗിഫ്റ്റ് ആണ്. തീർച്ചയായിട്ടും. അത് നമ്മൾ എനിക്ക് അതിനകത്ത് ഞാൻ കൈ കുഴപ്പമില്ല. താങ്ക് യു സോ മച്ച്. എനിക്ക് അതിൽ ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ മനീഷിന് ആ ഒരു കാര്യം പറഞ്ഞാൽ. ഇപ്പോഴത്തെ യൂത്തിലെ പിള്ളേർ അത് പറഞ്ഞാൽ ഐ എം സോ ഹാപ്പി, റിയലി പ്രൗഡ് ഓഫ് യു. താങ്ക് യു സോ മച്ച്. അപ്പോൾ ഇനി എന്താ പറയാ, നീ നെക്സ്റ്റ് ടൈം ഇവിടെ വരുമ്പോ വലിയ സൂപ്പർ സ്റ്റാർ അങ്ങനെ ആവട്ടെ ഭഗവാനെ. ഇവിടെ വന്ന് ഇത്ര നേരം സംസാരിച്ചാൽ ഐ എം സോ ഹാപ്പി. താങ്ക് യു വെരി മച്ച്. ഗോപികയുടെ വലിയ ആഗ്രഹം, ഇപ്പോൾ ഒന്നും കല്യാണം ആരും ആലോചിച്ച് വരുന്നില്ല, വലിയൊരു ആക്ട്രസ് ആയിട്ട് മാറ്റെ. അതിന് ദേവി അനുഗ്രഹിക്കും. താങ്ക് യു വെരി മച്ച്. പിള്ളേരുടെ വിശേഷം കേട്ടു. എൻ്റെ മലയാളി പ്രേക്ഷകർ, എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാ കുടുംബത്തിലെ എല്ലാ അമ്മമാരും എല്ലാ ചേച്ചിമാരും ഫുൾ സപ്പോർട്ട്, നമ്മൾ ഫുൾ കുടുംബം ഫാമിലി കംപ്ലീറ്റ് മനീഷിന് സപ്പോർട്ട് കൊടുക്കുക, ഗോപികയ്ക്ക് സപ്പോർട്ട് കൊടുക്കുക. കുട്ടികൾ നല്ല ഹൈറ്റിലേക്ക് എത്തട്ടെ, വലിയൊരു സൂപ്പർ ഹീറോ ആവട്ടെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒന്നുകൂടി ഇവിടെ വിളിക്കാം. അപ്പം എന്നാ വർത്താനം പറയുമോ നമുക്ക് അങ്ങനെ നോക്കാം അല്ലേ? എനിവേ, എല്ലാം പോസിറ്റീവായിട്ട് വരട്ടെ, എല്ലാ ബ്ലെസ്സിങ്സും ദേവി കൊടുക്കട്ടെ. എല്ലാ അനുഗ്രഹത്തോടു കൂടി നമുക്ക് അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. ടിൽ ദെൻ, ഗുഡ് ബൈ.